Hi students, good morning. Video സുഖം ചെയ്തേ വേഗം. Take a silent prayer fast. വേഗം. ഓക്കെ റൈറ്റ്. 2022 ആദ്യം കാണുന്ന മുഖം എൻ്റെ അല്ലേ? ഇക്കൊല്ലം പോക്കാൻ മിക്കവാറും ഇക്കൊല്ലം കഴിഞ്ഞ കഷ്ടമായിരിക്കും. ഓക്കെ റൈറ്റ്. സോ നമ്മൾ ഇന്നലെ ക്ലാസിഫിക്കേഷന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് ജസ്റ്റ് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ഐ തിങ്ക് ഡൊബർനെറ്റ് ആയിട്ടുള്ള വേർഡ് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നല്ലേ? പക്ഷെ അതിന്റെ മെത്തേഡ് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഒന്ന് നോക്കി കൃത്യം നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയെന്ന്. ഫാത്തിമ ഷാദ എവിടെയാണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തി? ബാക്കി അതിന്റെ കൺസെപ്റ്റിലേക്ക് പോയിട്ടില്ല. ഓക്കെ ലിസൺ. അപ്പോ ആസ് വി സെഡ് ഓൺ യെസ്റ്റർഡേ, ക്ലാസിഫിക്കേഷനിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള 4 കേസസ് ആണ്. ഒന്ന്, ക്ലാസിഫിക്കേഷൻ മെയ്ഡ് ബൈ എ സയന്റിസ്റ്റ് കോൾഡ് ഡൊബർനിയർ. 2, സെക്കൻഡ് വൺ ബൈ എ സയന്റിസ്റ്റ് കോൾഡ് ന്യൂലാൻഡ്. തേർഡ് വൺ ബൈ ദിമിത്രി ഇവാനോവിച്ച് മെന്റലിയും. ലാസ്റ്റ് വൺ ബൈ ഹെൻറി മോസ്ലി. ഓക്കെ, അപ്പൊ ഈ ക്ലാസിഫിക്കേഷന്റെ കൺസെപ്റ്റ് എന്തായിരുന്നു എന്ന് പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തോട്ടെ. അറ്റോമിക് മാസ് എന്ന് പറയുന്ന സംഗതിയാണ് അറ്റോമിക് മാസ്. ഓക്കെ, എന്താണ് ഈ മാസ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ മാസ്? അതെ, മാസ് എന്താടാ? വെയിറ്റ് ആണ്. ഓരോ ഒബ്ജക്റ്റിനുമുള്ള വെയിറ്റിനാണ് നമ്മൾ എന്ത് പറയാ? മാസ് എന്നുള്ള വേർഡ് പറയാം. മാസ് രണ്ടും രണ്ടാണ് കേട്ടോ. എനിവേ, മാസ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ മീനിങ്ങിൽ വെയിറ്റ് എന്ന് തന്നെ മനസ്സിലാക്കിയാൽ മതി. ഏതൊരു ഒബ്ജക്റ്റിനും, ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പെന്നാവട്ടെ, ബുക്കാവട്ടെ, നിങ്ങൾക്കാവട്ടെ, എനിത്തിങ്, ഏത് ഒബ്ജക്റ്റ് നമ്മൾ എടുത്താലും അതിന് ഒരു പർട്ടിക്കുലർ വെയിറ്റ് ഉണ്ടാവും അല്ലേ? ഏത് ഒബ്ജക്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ ഭയങ്കര വെയിറ്റ് ഉണ്ടാവും, ചിലപ്പോൾ വെയിറ്റ് കുറവായിരിക്കും. കൂടിയാലും കുറഞ്ഞാലും വെയിറ്റ് ഉണ്ട്, ശരിയല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ഓർണമെന്റ്സിനൊക്കെ വെയിറ്റ് തീരെ കുറവാണ്. ഒരു 2 ഗ്രാം, 4 ഗ്രാം, 8 ഗ്രാം ഒക്കെ ആയിരിക്കും വെയിറ്റ് വരിക. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ വലിയ എന്തെങ്കിലും ആയിട്ട് ഇപ്പൊ നമ്മുടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ നിയർലി ഒരു 50 കിലോഗ്രാം തൊട്ടിട്ട് അല്ലെങ്കിൽ 40 കിലോഗ്രാം തൊട്ടിട്ട് ഒരു 80-90 കിലോഗ്രാം വരെ എന്ത് ചെയ്യും നമ്മളുടെ വെയിറ്റിന് റേഞ്ച് വരാറുണ്ട്. ഓക്കെ, അപ്പോ എവ്രി ഒബ്ജക്ട് ഹാസ് എ വെയിറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ പീരിയോഡിക് ടേബിളിലുള്ള എവ്രി ആറ്റം ഓർ എവ്രി എലമെന്റ് ഓൾസോ ഹാസ് വെയിറ്റ്. എല്ലാ ആറ്റത്തിനും വെയിറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഒരു ഗ്ലാസ്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു എംപ്റ്റി ഗ്ലാസ് എടുത്തു. ഓക്കെ, ചുമ്മാ കാലി ഒരു ഗ്ലാസ് എടുത്തു. എന്നിട്ട് ഈ ഗ്ലാസ്സിലേക്ക് നിറച്ച് വെള്ളം ഒഴിക്കുക. ഓക്കെ, ഇതിൽ കംപ്ലീറ്റ് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുക. വാട്ടർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വെറുതെ ഒരു എംപ്റ്റി ഗ്ലാസ് എടുത്തു, ഇപ്പൊ അതിലേക്ക് വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്തു. ഏത് കേസിലായിരിക്കും വെയിറ്റ് കൂടുതൽ? ഷാഹിദ് നിയാസ്, എവിടെയായിരിക്കും വെയിറ്റ് കൂടുതൽ? തീർച്ചയായിട്ടും വെള്ളമുള്ളതിൽ വെയിറ്റ് കൂടുതലായിരിക്കും. വെള്ളമുള്ള ഗ്ലാസിന് വെയിറ്റ് കൂടാൻ കാരണക്കാരൻ ആരാ? മുഹമ്മദ് അലി. വെള്ളമാണ്. വെള്ളം എന്ന് പറഞ്ഞ ഫോർമുല എന്താ സാമിയ? H2O ആണ്. അപ്പൊ ആഫ്റ്റർ ഓൾ ഇതിനകത്തുള്ള H2O എന്ന് പറയുന്ന ആളാണ് ഇവിടെ വെയിറ്റ് കൂടാൻ കാരണം അല്ലെ? ഈ H2O എന്ന് പറയുന്ന ആൾക്ക് വെയിറ്റ് തന്നെ എവിടുന്ന? H2Oക്ക് വെയിറ്റ് വരുന്നത് ഹൈഡ്രജന് വെയിറ്റ് ഉണ്ട്, ഓക്സിജന് വെയിറ്റ് ഉണ്ട്. രണ്ടുപേരും കൂടെ കൂടുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു മാസ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ എവ്രി ആറ്റം, നമ്മൾ കാണുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സംഗതികൾക്കും വെയിറ്റ് ഉണ്ടെന്ന് പറയുന്ന പോലെ ആറ്റത്തിനും വെയിറ്റ് ഉണ്ട്. ഈ ആറ്റത്തിന്റെ വെയിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് അറ്റോമിക് മാസ്. സോ അറ്റോമിക് മാസ് ഇസ് നത്തിങ് ബട്ട് ദി മാസ് ഓഫ് ആൻ ആറ്റം. അത് ഹൈഡ്രജന് വെയിറ്റ് ഉണ്ട്, ഓക്സിജന് വെയിറ്റ് ഉണ്ട്, കാർബൺ വെയിറ്റ് ഉണ്ട്, നൈട്രജൻ വെയിറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ പറഞ്ഞ പീരിയോഡിക് ടേബിളിലെ 118 ആൾക്കാർക്കും വെയിറ്റ് ഉണ്ട്.
112 എലമെന്റ്സും വെയിറ്റ് ഉള്ള ആളുകളാണ്. പറയാൻ വേണ്ടിയാ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ അറ്റോമിക് മാസ് എന്ന സാധനം നിങ്ങൾക്ക് തിരിയുന്ന പോലെ ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ നോട്ട് ചെയ്ത് വെച്ചാലേ. സ്പീഡിന് എന്താണ് അറ്റോമിക് മാസ് അല്ലെങ്കിൽ എന്താണ് അറ്റോമിക് വെയിറ്റ്? അല്ലേ? ഓക്കെ, ഇത് ശ്രദ്ധിച്ചു കേട്ടോ. ഇനി നമ്മൾ ഈ പറഞ്ഞ ഡൊബർനിയറും ന്യൂലാൻഡും മെന്റലിയും എല്ലാവരും ചെയ്ത ഒരു ബേസിക് സംഭവമുണ്ട്. നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയല്ലേ, ഇടയ്ക്ക് നല്ല ഓർഡർ ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞേ. ഈ ഓർഡർ ആക്കി വെക്കാൻ ഇവരെല്ലാം ചെയ്ത കോമൺ പണി എന്താണെന്നറിയോ? അവരുടെ കാലഘട്ടത്തിൽ, അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എലമെന്റ്സിനെ എടുത്തു. അപ്പൊ ചിലപ്പോൾ 20 എലമെന്റ്സ് ആയിരിക്കും, ചിലപ്പോൾ 40 ആയിരിക്കും, ചിലപ്പോൾ 56 ആയിരിക്കും, ചിലപ്പോൾ 63 ആയിരിക്കും. എത്ര എണ്ണമാണോ അവരുടെ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചത് അത്രയും പേരെ എടുത്തു. അത്രയും പേരെടുത്തിട്ട് ഏറ്റവും കുറവ് മാസമുള്ള ആള് ആദ്യം, ഏറ്റവും കുറവ് മാസമുള്ളവൻ ആദ്യം, അടുത്ത ആള് രണ്ടാമത്, അടുത്ത ആള് മൂന്നാമത്, ഇങ്ങനെ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിൽ അറേഞ്ച് ചെയ്യും. ഇതാണ് എല്ലാവരും ചെയ്ത ബേസിക് പണി. ഓക്കെ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഡൊബർനിയർ ഓർ മെന്റലീവ് ഓർ ന്യൂലാൻഡ്, ഇവരെല്ലാവരും ചെയ്ത ഫണ്ടമെന്റൽ പരിപാടി ഇതാണ്. ദേ ക്ലാസിഫൈഡ് എലമെന്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്. അങ്ങനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിൽ വെച്ചപ്പോൾ ചില പ്രത്യേകതകൾ ഓരോ ക്ലാസിഫിക്കേഷനും വരുന്നുണ്ട്. അതാണ് ഇനി 1 by 1 പറയാൻ പോകുന്നത് കേട്ടോ. പറയാലോ അല്ലെ? ഓക്കെ, സോ ഫസ്റ്റ് വൺ, ദ ക്ലാസിഫിക്കേഷൻ മെയ്ഡ് ബൈ സയന്റിസ്റ്റ് കോൾഡ് ഡൊബർനിയർ. അത് ക്ലാസിഫിക്കേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ട്രയഡ്സ് എന്നാണ്. ഇങ്ങനെ പേര് വിളിച്ചതിന്റെ കാരണം എന്തിനാന്ന് മെൻഷൻ ചെയ്തു, ഒന്ന് ഓർക്കുന്നുണ്ടോ ഷഹസാദി? ഈ ട്രയഡ്സ് എന്ന് വിളിക്കാൻ കാരണം അത് 3 എലമെന്റ്സ് സെയിം ഉള്ളത്. 3 എലമെന്റ്സ് ആണ്. ട്രയഡ്സ് എന്നുള്ള പേരിന്റെ കാരണം 3 എലമെന്റ്സ് ഇൻ എ ഗ്രൂപ്പ്, 3 പേര് ഒരു ഗ്രൂപ്പിൽ എന്ന അർത്ഥത്തിലാണ്. ഡൊബർനിയർ ചെയ്തതാണ്, ഡൊബർനിയറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിലൊക്കെ പുള്ളി അറേഞ്ച് ചെയ്ത് 3 പേര് വെച്ചുള്ള ഗ്രൂപ്പ് ആക്കി. ഹി അറേഞ്ച് ദ എലമെന്റ്സ് വിത്ത് 3 ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ 3 പേര്. ആ ഒരു ഗ്രൂപ്പിൽ കേട്ടിച്ച് 3 പേർക്ക് പ്രത്യേകത ഉണ്ട്. വെറുതെ 3 പേര് എടുത്ത് വയ്ക്കുകയല്ല. ഒന്നാമത്തെ ഒരു ഗ്രൂപ്പ്, അതിൽ 3 പേര്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ്, അവിടെ 3 പേര്. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ്, അവിടെ 3 പേര്. ഒരു ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെല്ലാം ഒരേ പ്രോപ്പർട്ടി. മനസ്സിലായോ അല്ലെ? വെറുതെ ചുമ്മാ 3 പേര് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ കേട്ട് ഹൈഡ്രജനെയും പിന്നെ അതുപോലെ തന്നെ അയണിനെയും പിന്നെ അതുപോലെ ഓക്സിജനെയും കയറ്റി വയ്ക്കുമല്ല. കാരണം ഈ 3 പേരെ പ്രോപ്പർട്ടി എൻ്റെ ഡിഫറൻറ്റാണ്. ഇരുമ്പിന്റെ സ്വഭാവമല്ല ഹൈഡ്രജൻ, അതല്ല ഓക്സിജന്, വ്യത്യാസമുണ്ട്. ഇങ്ങനെ തോന്നിയാസം വെറുതെ എടുത്ത് വയ്ക്കുകയല്ല, ഏകദേശം ഒരേ സ്വഭാവമുള്ളവരെ ഒരേ ഗ്രൂപ്പിലാക്കി. ഒരേ സ്വഭാവമുള്ളവരെ ഒരേ ഗ്രൂപ്പിൽ. ഓക്കെ, അങ്ങനെ അദ്ദേഹം 3 ഗ്രൂപ്പ് ഫോം ചെയ്തു. ഇനി ഈ ഫോം ചെയ്തതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ പി ഗ്രൂപ്പില് ABC നമ്പർ 3 പേര് ഒന്നിരിക്കട്ടെ. ഓക്കെ, ഇതില് ഏറ്റവും കുറവ് മാസമുള്ള ആളായിരിക്കും ആദ്യം, ഒരല്പം കൂടി മാസ് കൂടിയാൽ രണ്ടാമത്, ഏറ്റവും മാസ് കൂടിയാൽ മൂന്നാമത്. ഇങ്ങനെയാണ് ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്യുക. മനസ്സിലായോ? ഇതാണ് ഡൊബർനിയർ ചെയ്ത ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഡൊബർനിയറിന് കിട്ടിയ കൺക്ലൂഷൻ എന്താണെന്നറിയോ? വെൻ ഹി അറേഞ്ച്ഡ് elements with similar properties in a group with the atomic mass in ascending order, the atomic mass of the element which comes in the middle is the average of atomic mass of other. ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഇമ്പോർട്ടന്റ് കൺക്ലൂഷൻ. അതായത് ഈ ABC ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പിൽ ABC എന്നിരിക്കട്ടെ. ഈ ABCയിൽ ഏറ്റവും മാസ് കൂടിയത് ആർക്കാ എന്ന് വെച്ചാൽ സിക്കാണ്. ഏറ്റവും കുറവ് ആർക്കാണ് അബ്ദുള്ള? അബ്ദുള്ള ഏറ്റവും കുറവ് ആർക്കാണ്? എക്കാണ്. ഓക്കെ, ഏറ്റവും കുറവ് മാസം എക്കും ഏറ്റവും കൂടിയ മാസം സിക്കുമാണ്. ഡൊബർനിയറിന് കിട്ടിയ കൺക്ലൂഷൻ ഡൊബർനിയറിന് കിട്ടിയ കൺക്ലൂഷൻ എന്താണെന്നറിയോ? ഡൊബർനിയർ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ അറ്റോമിക് മാസ് ഓഫ് ബി, അറ്റോമിക് മാസ് ഓഫ് ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു
atomic mass of A plus atomic mass of C by 2. ഇതാണ് ആവറേജ് എന്ന് പറയുന്നത്. എ ആൻഡ് സിയുടെ ആവറേജ് ആണ് ബിയുടെ മാസ്. ഇത് അദ്ദേഹത്തിന്റെ 3 ഗ്രൂപ്പിലും അങ്ങനെ തന്നെയാണ്. ഡോപ്പർണിയറിന് മൊത്തം 3 ഗ്രൂപ്പാണ് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഓരോ ഗ്രൂപ്പിലും 3 പേര് വെച്ചിട്ടുണ്ട്. എല്ലാ ഗ്രൂപ്പിലും അറ്റോമിക് മാസ് ഓഫ് ദ മിഡിൽ എലമെന്റ് ഇസ് ദ ആവറേജ് ഓഫ് അറ്റോമിക് മാസ് ഓഫ് ദ അതർ. റീഡിയോ ഇതായിരുന്നു ഡോപ്പർണിയറുടെ ക്ലാസിഫിക്കേഷന്റെ പെക്യുലാരിറ്റി. അപ്പൊ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച് ഞാൻ പറയാം. കേട്ടില്ല ഒന്നോടെ. ഈ എ ബി സിയിൽ മൂന്നെണ്ണത്തിലും സെയിം എലമെന്റ് അല്ലേ? സെയിം പ്രോപ്പർട്ടി, സെയിം എലമെന്റ് അല്ല. ചിലപ്പോൾ ഓരോ ലിഥിയം ആയിരിക്കും, ഓരോ സോഡിയം ആയിരിക്കും, ഓരോ പൊട്ടാസ്യം ആയിരിക്കും. എലമെന്റ്സ് ഡിഫറെന്റ് ആയിരിക്കും, പ്രോപ്പർട്ടി സെയിം ആണെന്നുള്ളൂ. പ്രോപ്പർട്ടി സെയിം. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ആയിട്ട് ഞാൻ പറയാം. നിങ്ങൾ നോക്കി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 80 ടേബിൾ 5.1 കിടപ്പുണ്ട്, കണ്ടോ? ടേബിൾ 5.1 ഉണ്ടല്ലോ ആരും? അവിടെ കുറച്ച് മോഡൽസ് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞിട്ട് 3 പേരെ കൊടുത്തിട്ടുണ്ട്, ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞ് 3 പേരെ കൊടുത്തിട്ടുണ്ട്, ഗ്രൂപ്പ് സി എന്ന് പറഞ്ഞ് 3 പേരെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതാണ് ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ. അത് ഡോപ്പർണിയർ ട്രയഡ് അല്ല കേട്ടോ. ടേബിൾ 5.1 ഡോപ്പർണിയറിന്റെ ട്രയഡ്സ് അല്ല. അതിന്റെ ഒരു മോഡൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു ഡെമോ കൊടുത്തേക്കുന്നതാണ്. ഇതാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എല്ലാ ഗ്രൂപ്പിലും നിങ്ങൾ നോക്കി അറ്റോമിക് മാസ് ഏറ്റവും കുറഞ്ഞ ആൾ ഏറ്റവും മുകളിൽ, ഏറ്റവും കൂടിയ ആൾ ഏറ്റവും താഴെ, ശരിയല്ലേ? ഇൻബിറ്റ്വീൻ ആൾ നടക്കും, ഇങ്ങനെയല്ലേ വന്നേക്കുന്നത്? ശരി. ഇനി ഒരു പോയിന്റ് പ്രത്യേകം ഓർത്തോ, ഡോബർണിയറിന്റെ ട്രയഡ് ആകണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നടുക്കത്താളുടെ മാസ് ബാക്കി രണ്ടുപേരുടെ ആവറേജ് ആവണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇപ്പൊ ടേബിൾ 5.1 കൊടുത്തേക്കുന്ന ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഇതിൽ ഏതൊക്കെ കേസാണ് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വേഗം. ആ 3 ഗ്രൂപ്പിൽ ആരൊക്കെയാണ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുള്ളൂ? വേഗം ചെക്ക് ചെയ്യും. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി. ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. നേരെ നോക്കിയാൽ കിട്ടൂല. നോക്കിയിരുന്നാൽ കിട്ടുന്ന സാധനമല്ല, ചെയ്തു നോക്കണം. മാത്തമാറ്റിക്കലി നമ്മൾ ചെയ്തു നോക്കണം. വേഗം. ഗ്രൂപ്പ് എ, ആദ്യത്തെ അവസാനത്തെ ആളുടെ മാസ് ആഡ് ചെയ്യുക, ബൈ 2 ചെയ്യുക. ചെറിയ ചില ഡെസിമൽ വേരിയേഷൻ ഒന്നും പ്രശ്നമില്ല കേട്ടോ. എക്സാക്ട്ലി അങ്ങനെ നിർബന്ധമില്ല. ചെറിയ ഡെസിമൽ വേരിയേഷൻ ഒക്കെ വരാം. ഡെസിമൽ സ്പീഡിന് ചെക്ക് ചെയ്യണേ. 2 more minutes. ഗ്രൂപ്പ് എ ചെക്ക് ചെയ്യുക, ഓക്കെ ആണല്ലോ ഒന്ന് നോക്കുക. ബിയിലേക്ക് പോവുക, ചെക്ക് ചെയ്യുക. സിയിലേക്ക് പോവുക. ഇത്രേ ഉള്ളൂ. സ്പീഡിന് ആഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഫാത്തിമാഷ മൊബൈൽ എന്തിനാ കൈ പിടിച്ചേക്കുന്നേ? മൊബൈലല്ലേ അത്? ആ ടെക്സ്റ്റ് ബുക്കില്ല. വെരി ഗുഡ്. ഓഫീസിൽ ഇൻഫോം ചെയ്താ? ഇല്ലാതെ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. മൊബൈൽ ക്ലാസ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വാല്യൂസ് എടുക്കാതെ നോക്ക്. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ എന്താ അഭിഷേക് ബിജു എന്ന് പറഞ്ഞു? ഫസ്റ്റ് ഗ്രൂപ്പില് ഫസ്റ്റ് ഗ്രൂപ്പ് സാറ്റിസ്ഫൈ ആവില്ല. ഫസ്റ്റ് ഗ്രൂപ്പ് സാറ്റിസ്ഫൈ ആവില്ല. ഫസ്റ്റ് ഗ്രൂപ്പിന് പ്രശ്നമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ സംഗതി അവിടെ സാറ്റിസ്ഫൈഡ് ആവില്ല. ആദ്യത്തെയും അവസാനത്തെ ആളുടെയും ആവറേജ് ആണ് നടുക്കത്തത് എന്ന പോയിന്റ് അവിടെ സാറ്റിസ്ഫൈഡ് ആവില്ല. അതുപോലെ രണ്ടാമനെയും മൂന്നാമനെയൊക്കെ നോക്ക്.
ഒരു മിനിറ്റോടെ മാക്സിമം കേട്ടോ, പെട്ടെന്നാവട്ടെ, സമയം പോണു. 1 more minute മാക്സിമം. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആളുകൾ. സെക്കൻഡ് കേസ് നോക്കിയപ്പോഴൊന്ന് പറഞ്ഞേ അരവിന്ദ്, സെക്കൻഡ് കേസ് അത് സാറ്റിസ്ഫൈ ആണോ? ആവല്ല. ശരി, നോക്കാം. തേർഡ് വണ്ണിലേക്ക് വന്നപ്പോഴൊന്ന് പറഞ്ഞേ തേർഡ് വൺ സച്ചിൻ. സാറ്റിസ്ഫൈ ഉണ്ട്. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. തേർഡ് വൺ ഓക്കെയാണ്. സെക്കൻഡ് വൺ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അഭിഷേക് ആർ? പറ്റില്ല, സെക്കൻഡ് വൺ പറ്റില്ല. ശരി, നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണില് ആദ്യത്തെ അവസാനത്തെയും ആഡ് ചെയ്ത് നമ്മൾ ബൈ 2 ചെയ്യുമ്പോൾ 74.9 74.9 പ്ലസ് 14/2 ആണ്. നമുക്ക് കിട്ടുക 88.9/2 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 44.45 എന്നുള്ള റേഞ്ചിലാണ്. എന്തായാലും ഇവന്റെ വാല്യൂ അതല്ല. സോ ഫസ്റ്റ് ഗ്രൂപ്പിനെ നമുക്ക് റിജക്ട് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഗ്രൂപ്പ് ഡോബർണിയർ ട്രയഡ് എന്ന ക്ലാസിഫിക്കേഷനിൽ വരില്ല. രണ്ടാമത്തെ ആൾ നോക്കുമ്പോൾ കാൽഷ്യവും അതുപോലെ തന്നെ ബേരിയവും അവസാനത്തെ ആള് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 40.1 പ്ലസ് 137.3/2 അപ്പോ 177.4 എന്ന് വരും. 177.4 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 80, പിന്നെ 17 6 ടൈംസ് 86.7 ആണോ ഇവിടെ ആവറേജ് എടുത്തപ്പോ? ഈ വാല്യൂ നിങ്ങൾ നോക്കി, ഇവിടെ നടുക്ക് വന്നിരിക്കുന്ന ആളുടെ വാല്യൂ 87.6 അല്ലേ? ഇവിടെ നോക്കിയിട്ട് 86.7, ഒരു 0.9 വേരിയേഷൻ അല്ലേ ഉള്ളൂ. വലിയ വ്യത്യാസം ഉണ്ടോ നമ്മൾ ആദ്യത്തെ കേസ് കണ്ട പോലെ? ഇല്ല. ഞാൻ പറയാം ചെറിയ ഡെസിമൽ വേരിയേഷൻ വരാൻ ഞാൻ പറയാം, അതുകൊണ്ടാട്ടോ. സോ ഇവന് നമുക്ക് എന്ത് ചെയ്യാം, പരിഗണിക്കാം. ഇത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാറ്റഗറിയാണ്. ഇതുപോലെ തന്നെ മൂന്നാമത്തെ നമ്മൾ നോക്കുമ്പോൾ 35.5 ഒന്നാമത്തെ വാല്യൂ 35.5 പ്ലസ് 126.9/2. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ 126 പ്ലസ് 30 156 161 162.4 ആണോ വന്നേ? ആണോ? സം എടുത്തപ്പോ നോക്കണം കേട്ടോ, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, ഞാൻ ഇവിടെ നേരെ കാൽക്കുലേറ്റ് ചെയ്താണ്. 162/4 എന്ന് പറയുമ്പോൾ 16, അപ്പൊ 81.2 ആണ് വരിക. ശരിയല്ലേ? അല്ലേ? അപ്പൊ അതും നിയർലി നമ്മുടെ ഈ സെൻട്രലിലെ വാല്യൂനോട് 79.9 81.2 ഒരു 1.3യുടെ വേരിയേഷനേ വരുന്നുള്ളൂ. വലിയ ഡിഫറൻസ് ഇല്ല. അവിടെ നിങ്ങളുടെ എക്സാക്ട് വാല്യൂ ആവില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. എക്സാക്ട് വാല്യൂ ആവില്ല, ഏകദേശം അടുത്തുള്ള വാല്യൂ ആണ് വരിക. അപ്പൊ ഈ കാണുന്ന ആളെയും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇത് കൂടാതെ ഇപ്പൊ കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം എന്നൊരു ഗ്രൂപ്പ് കിട്ടി, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നൊരു ഗ്രൂപ്പ് കിട്ടി. ഇത് കൂടാതെ ഒരു ഗ്രൂപ്പോടെ ഉണ്ട്. ഇതാണ് കൃത്യം ഡൊബർണിയർ ക്ലാസിഫൈ ചെയ്ത 3 ട്രൈഡ്സ് കണ്ടോ. അതിൽ ഈ കാണുന്ന ഗ്രൂപ്പ് ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടതാട്ടോ. ഈ ഗ്രൂപ്പ് നമ്മൾ ഓൾറെഡി കണ്ടു. കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. കൂടാതെ വരുന്ന മൂന്നാമത്തെ ഒരു ഗ്രൂപ്പാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇങ്ങനെ 3 ട്രയഡ്സ് ആണ് ഡോബർണിയർ എന്നുള്ള സയന്റിസ്റ്റിന് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഓക്കെ, ഇതിനപ്പുറത്തേക്ക് അപ്പൊ ഈ 3 ഗ്രൂപ്പിൽ 3 പേര് എന്ന് പറയുമ്പോൾ മൊത്തം എത്ര എലമെന്റ്സ് ആയി മുർഷിദ ടോട്ടൽ? ആകെ 9 പേരെ പുള്ളിക്ക് ഈ പറയുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ഈ 9 പേരെ കൊണ്ട് കൂട്ടി യാതൊരു ഗുണവുമില്ല. ഒരുപാട് എലമെന്റ്സ് ഇനിയും എക്സ്ട്രാ കിടക്കുക. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് അത്ര റെലവെന്റ് അല്ല, അല്ലെങ്കിൽ അത്ര ഗുണമില്ല. സോ വി റിജക്റ്റഡ് ദ മോഡൽ ആൻഡ് ലേറ്റർ അനദർ സയന്റിസ്റ്റ് കോൾഡ് ന്യൂലാൻഡ് പ്രപ്പോസ്ഡ് അനദർ വൺ. അത് നമ്മൾ പിന്നീട് പഠിക്കും, മീൻസ് അടുത്ത പഠിക്കും. ഇപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കിയ വേഗം ടെക്സ്റ്റ് ബുക്കിലെ ശേഷം അതൊന്ന് വായിച്ചു. സ്റ്റാർട്ടിങ് ഇൻ ദ ഇയർ 1817. In the year 1817, Johann Wolfgang Dobernier, a German chemist, tried to arrange the element with similar properties into groups.
he identifies some group having 3 elements each. So we call these group triads. Dobrnyer showed that when the 3 elements in a triad were written in the order of increasing atomic masses, the atomic mass of the middle element was roughly the average of the atomic masses of the other 2 elements. For example, take the triad consisting of lithium, sodium, and potassium with respective atomic masses 6.9, 23.0, and 39. What is the average of the atomic mass of lithium and potassium? How does this compare with the atomic mass of sodium? ജസ്റ്റ് നമ്മൾ അതിന്റെ ആവറേജ് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ, ചെയ്യണമെന്നില്ല. 6.9 39 നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 45.9 എന്നാണ് വരിക. 45.9 ആവറേജ് 22.95. ഓക്കെ, സോഡിയത്തിന്റെ മാസ് 23, ആവറേജ് 22.95. അത്രയും അടുത്താണ് വാല്യൂ കിടക്കുന്നത്. ശരി, വായിച്ചു. Given below table are some group of 3 elements. These elements are arranged downwards in order to increasing atomic masses. Can you find out which of these group from Dobrnyer triads? You will find out. You will find that group B and C from Dobrnyer triads. Dobrnyer could identify only 3 triads from the element known at that time. Hence, this system of classification into triads was not found to be useful. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമതായിട്ട് നമ്മുടെ ഫസ്റ്റ് പാരാഗ്രാഫിൽ പറഞ്ഞ സംഗതി ഒന്ന്, he identified some groups having 3 elements each, so he called these groups as triads. എന്തുകൊണ്ട് triads എന്ന് വിളിച്ചു? Why the classification is called a triad? And the reason ആണ് because every group contains 3 elements. അതുകൊണ്ടാണ് triads എന്ന് വിളിക്കാൻ കാരണം. ഇനി ഈ triadsന്റെ peculiarity എന്തായിരുന്നു? നെക്സ്റ്റ് സെന്റൻസ് പറയുന്നത്, Dobrnyer showed that when the 3 elements in a triad were written in the order of increasing atomic mass, the atomic mass of the middle element was roughly the average of atomic mass of the other 2. Roughly എന്നാണ് പറഞ്ഞത്, എക്സാക്ട്ലി എന്നല്ല, റഫ്ലി, ഏകദേശം. ഓക്കെ, അതാണ് ഡോബർനിയറിന്റെ ക്ലാസിഫിക്കേഷന്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് ഡോബർനിയറിന്റെ ക്ലാസിഫിക്കേഷന്റെ ലിമിറ്റേഷൻ? എന്തുകൊണ്ട് നമ്മൾ ഇതിനെ റിജക്ട് ചെയ്തു? അതാണ് നമ്മളുടെ ലാസ്റ്റ് പാരാഗ്രാഫിൽ ഇപ്പോൾ പറഞ്ഞത്. ഡോബർനിയർ could identify only 3 triads from the elements known at that time. Hence, this system of classification of triads was not found to be useful. അതാണ് ഡോബർനിയറിന്റെ ക്ലാസിഫിക്കേഷന്റെ ലിമിറ്റേഷൻ. നമ്മൾ എന്തൊക്കെയാ പഠിച്ചു നോക്കി? ഒന്ന്, എങ്ങനെ ക്ലാസിഫൈ ചെയ്തു, അതാണ് ഇൻടു എ ഗ്രൂപ്പ് ഓഫ് 3. 2, എന്താണ് ഈ ഗ്രൂപ്പ് ഓഫ് 3യുടെ പെക്യുലാരിറ്റി? മാസ് ഓഫ് ദ മിഡിൽ വൺ ഇസ് ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. 3, എന്താണ് ഇതിന്റെ ലിമിറ്റേഷൻ? ആകെ 3 ഗ്രൂപ്പേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ റിജക്ട് ദ മോഡൽ. റീഡിനെ പ്രതീക്ഷിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അവിടുന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഇത്രയും പോയിന്റ്സ് നമുക്ക് അവിടുന്ന് വേണം. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മൾ ഓർക്കും ആകെ 9 എലമെന്റിനെ ക്ലാസിഫൈ ചെയ്താണോ ഈ പുള്ളി നമ്മൾ ഇത്രയും പൊക്കി പിടിക്കുന്നതെന്ന് ഓർക്കും. ആകെ ഒരു 9 എലമെന്റ്, 118ഓളം എലമെന്റ് കിടക്കുക. അതിൽ 9 എണ്ണത്തിന് ഇങ്ങനെ കയറ്റി വെച്ചിട്ടാണോ പുള്ളി വലിയ സംഭവമായ നമ്മൾ ഓർക്കും. 1817 മൂപ്പരി പണി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 205 വർഷങ്ങൾക്ക് മുമ്പ്. അന്നത്തെ കാലഘട്ടത്തില് അന്നുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് വളരെ ലിമിറ്റഡ് ആയ ഡേറ്റ വെച്ചിട്ടാണ് ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ അദ്ദേഹം നടത്തിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്ട്രൈക്കിംഗ് ആയി കണ്ടുപിടുത്തമൊക്കെ ഈ സാധനം മൂപ്പരുടെ കാലഘട്ടത്തിൽ. പിന്നീട് കുറെ വർഷങ്ങൾ കഴിയുമ്പോഴാണ് പുതിയ പുതിയ എലമെന്റ്സിനെ കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇതിനകത്തേക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ലിമിറ്റേഷൻ വന്നു. ഞാൻ മൊബൈലിന്റെ എക്സാമ്പിൾ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. ആദ്യമായി കണ്ടുപിടിച്ച മൊബൈൽ അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും ടോപ്പ് സാധനം. 2001 2002 ഏറ്റവും ടോപ്പാണ് കോഡില്, മറ്റേ വലിയ നീളമുള്ള ഫോൺ. പക്ഷെ പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ അതിൽ അപ്ഡേഷൻ വരികയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? മറ്റേത് നമ്മൾ റിജക്ട് ചെയ്യും, അല്ലെ? ഇന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈലോ ലാപ്ടോപ്പോ ഗാഡ്ജറ്റോ വാട്ടർ ഇറ്റ് മേ ബി, ഒരു 2 കൊല്ലം കഴിയുമ്പോൾ ഇതായിരിക്കില്ല ഉപയോഗിക്കുക, ഇത് ഔട്ട്ഡേറ്റഡ് ആവും. അപ്പൊ അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ടൈം ആ മോഡലായിരുന്നു ബെസ്റ്റ്. പിന്നീട് ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ ആളുകളെ കണ്ടുപിടിച്ചു, പുതിയ പുതിയ പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടെത്തി വന്നപ്പോഴാണ് നമ്മൾ അതിനെ റിജക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ എവരിവൺ. ഓക്കെ ആണോ എല്ലാവർക്കും? ശരി, then we are moving into the second classification that we want to study. It is called the classification made by Newland, a scientist called Newland. Okay, John Newland എന്നാണ് അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് നെയിം കേട്ടോ. ഒരു ഇംഗ്ലീഷ് സയന്റിസ്റ്റ് ആണ്, ഇംഗ്ലണ്ട് ബേസ്ഡ് ആണ്. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് അടുത്ത് പഠിക്കാനുണ്ട്. ഡോബർനിയറിനേക്കാൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ന്യൂലാൻഡ് പഠിക്കാനുണ്ട്. ഡോബർനിയർ ആകെ വളരെ സിമ്പിൾ ആയ 3 കാര്യം പറഞ്ഞുള്ളൂ. ഇൻഡു ഗ്രൂപ്പ് ഓഫ് 3 ക്ലാസിഫൈ ചെയ്തു, അറ്റോമിക് മാസ് ഇങ്ങനെയായിരുന്നു, ഇന്നതാണ് ലിമിറ്റേഷൻ, അല്ലെ?
ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയ ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തും. ശ്രദ്ധിച്ചു കേട്ടോ. ന്യൂലാൻഡ് ചെയ്ത പണി ഇതാണ്. ന്യൂലാൻഡ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ, ന്യൂലാൻഡിന്റെ പീരീഡിൽ മൊത്തം 56 എലമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 56 എലമെന്റ്സ് വേർ നോൺ അറ്റ് ദാറ്റ് ടൈം. ഏകദേശം 1860s ഒക്കെ ആണോ, 1860 1870 കാലഘട്ടത്തിലാണ്. അന്ന് 56 എലമെന്റ്സ് ഉണ്ട്. അദ്ദേഹം ഈ 56 എലമെന്റ്സിനെയും ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിൽ അങ്ങ് എഴുതി. അറ്റോമിക് മാസ് കൂടി 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 വരുന്ന ഓർഡറിൽ എഴുതി വെച്ചു. ഓക്കെ, ക്ലിയർ ആണോ എന്താ ചെയ്തെന്നല്ലേ? യാസിന എന്താ ചെയ്തേ? 56 എലിമെന്റ്സിന് എഴുതി വെച്ചു. എങ്ങനെ എഴുതി വെച്ചു? ഇതായിട്ട് മറ്റേ ഗ്രൂപ്പായിട്ട്. എന്തിന്റെ ബേസില്? പുള്ളിയുടെ ഇഷ്ടത്തിന് ആദ്യം കണ്ടാൽ ആദ്യം, പിന്നെ കണ്ടാൽ രണ്ടാമത്, അങ്ങനെയാണ് എഴുതിയത്? അല്ല. എന്തായിരുന്നു അങ്ങനെ 56 എലമെന്റ് എഴുതിയതിന്റെ അടിസ്ഥാനം എന്താ? ബേസ് എന്താ? ശ്രദ്ധ മാറിപ്പോയാൽ പറ്റില്ല കേട്ടോ, ശ്രദ്ധ മാറിപ്പോയാൽ പറ്റില്ല. അതിനാണ് എന്തിന്റെ ബേസിലാണ് എങ്ങനെ എഴുതി വെച്ചേ? അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിൽ എഴുതി വെച്ചു. അപ്പൊ അങ്ങനെ എഴുതിയപ്പോൾ എന്താ കിട്ടിയ ഇൻഫർമേഷൻ അറിയാം, അല്ലെങ്കിൽ എന്താ അതിന്റെ ഒബ്സർവേഷൻ അറിയാം? ഇതിങ്ങനെ എഴുതി കഴിഞ്ഞപ്പോ ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതുന്നതാണേ. A B C D E F G H I J K എക്സെട്ര ഇങ്ങനെ പോകാതിരിക്കട്ടെ. 56 വരും. എ ബി സി ഡി ചുമ്മാ സിമ്പിൾ കൊടുത്താണ്. ചിലപ്പോൾ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം എന്നൊക്കെ ആയിരിക്കാം, മേ ബി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വേണ്ടല്ലോ. ന്യൂലാൻഡിന്റെ കിട്ടിയ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റിന്റെ അതേ പ്രോപ്പർട്ടിയാണ് എട്ടാമത്തെ എലമെന്റ്. എ ബി സി ഡി ഇ എഫ് ജി. എട്ടാമത്തെ എലമെന്റിന് ഒന്നാമത്തെ ആളുടെ അതേ സ്വഭാവമാണ്. രണ്ടാമത്തെ എലമെന്റ് അതേ പ്രോപ്പർട്ടിയാണ് 9th വണ്ണിന്. മൂന്നാമത്തെ ആളുടെ അതേ പ്രോപ്പർട്ടിയാണ് 10th വണ്ണിന്. നാലാമത്തെ ആളുടെ അതേ ബിഹേവിയർ ആണ് 11th വണ്ണിന്. അതായത് ഒരു എലമെന്റ് കഴിഞ്ഞ് ഏഴാമത്തെ ആൾക്ക് ഇവന്റെ അതേ ബിഹേവിയർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, the properties of the elements are getting repeated at every 8th point. എട്ടാമത്തെ പോയിന്റിൽ പ്രോപ്പർട്ടി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നോക്കി, ഞാൻ ഇവിടുന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങിയാൽ 1 2 3 4 5 6 7 8 കണ്ടോ? എട്ടാമത്തെ ആൾക്ക് ഒന്നാമത്തെ ആളുടെ അതേ സ്വഭാവം. ഇനി നിങ്ങൾ കൗണ്ട് ചെയ്യുന്നത് ബി എന്ന് സപ്പോസ് ചെയ്യാം. അപ്പൊ 1 2 3 4 5 6 7 8 കണ്ടോ? ബിയുടെ അതേ പ്രോപ്പർട്ടിയാണ് ഇയാൾക്ക്. സപ്പോസ് നിങ്ങൾ കൗണ്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണെങ്കിൽ, ഈ കാണുന്ന ആളിൽ നിന്നാണെങ്കിൽ, സി എന്നാണെങ്കിൽ 1 2 3 4 5 6 7 8 കണ്ടോ? ഇവന്റെ അതേ സ്വഭാവമാണ് ഇയാൾക്ക്. ഇതുപോലെ every 8th element has the property similar to the first one. ഇനി ഇതിവിടെ നിൽക്കൂല കേട്ടോ. ഇനി എന്നാ രസം അറിയോ? ഇപ്പൊ നമ്മള് എച്ചിൽ കൊണ്ടുപോയി നിർത്തിയില്ലേ? നോക്കൂ, എച്ചിൽ കൊണ്ടുപോയി നിർത്തി. ഇനി വീണ്ടും മുന്നോട്ട് പോവാം. H I J K K K K K L M N O P Q R നമ്മൾ എഴുതി പോവാം. 56 പേരുണ്ടല്ലോ, 56 പേരെ നമ്മൾ ലിസ്റ്റ് ചെയ്യാം. അപ്പൊ ഇനി എന്താ രസം അറിയോ? നിങ്ങൾ എച്ച് നിന്ന് കൗണ്ട് ചെയ്ത് നോക്കി. എച്ചിൽ നിന്ന് തുടങ്ങുന്നു. 1 2 3 4 5 6 7 8. ആർക്കായിരിക്കും എച്ചിന്റെ അതേ സ്വഭാവം വരെ ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ? ആർക്കായിരിക്കും മുഹമ്മദ് അലി എച്ചിന്റെ അതേ സ്വഭാവം? ഓക്കെ, കാരണം എട്ടാമത്തെ ആൾ ഓയാണ്. എച്ചിന്റെ അതേ സ്വഭാവം ഓക്ക് വന്നു. ഐയുടെ അതേ ബിഹേവിയർ പിക്ക് വന്നു. ജെയുടെ അതേ ബിഹേവിയർ ക്യൂവിന് വന്നു. കെയുടെ അതേ ബിഹേവിയർ ആറിന് വന്നു. കണ്ടോ? ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ എന്താ ന്യൂലാൻഡ് ചെയ്തെന്നറിയോ? ന്യൂലാൻഡ് ഈ നേരെ എഴുതി വെച്ച ആളെ ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റി. ആ ടേബിൾ ഫോർമാറ്റ് എങ്ങനെയാണ്? എയുടെ അതേ സ്വഭാവമുള്ള എച്ച് എയുടെ താഴെ, അതേ ബിഹേവിയറുള്ള ഒ അതിന്റെ താഴെ. ഇനി ബിയുടെ അതേ പ്രോപ്പർട്ടിയുള്ള ഐയുടെ അതേ പ്രോപ്പർട്ടിയുള്ള പി, സിയുടെ അതേ പ്രോപ്പർട്ടിയുള്ള ജെ, പിയുടെ അതേ പ്രോപ്പർട്ടിയുള്ള ക്യൂ, ഡി സെയിം പ്രോപ്പർട്ടിയുള്ള ഡിയുടെ സെയിം പ്രോപ്പർട്ടി ആർക്കാണ്? കെ, അതേ പ്രോപ്പർട്ടിയുള്ള ആർ. ഇങ്ങനെ ന്യൂലാൻഡ് അതുകൊണ്ട് ഗ്രൂപ്പ് ആക്കി. അപ്പൊ 56 എലമെന്റ് ഒറ്റ വരിയിൽ എഴുതി വെച്ചു. നോക്കിയപ്പോ എട്ടാമത്തെ ആൾക്ക് പ്രോപ്പർട്ടി റിപ്പീറ്റ് ചെയ്യുന്നു. അതിലെങ്ങനെ ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതാണ് ന്യൂലാൻഡ് ചെയ്ത ക്ലാസിഫിക്കേഷൻ. പിടിയോ?
This is how Newland classified the 56 elements which were known to him during his period. ഇനി ഈ എട്ടാമത്തെ ആളുടെ റിപ്പീറ്റേഷൻ നമ്മൾ മ്യൂസിക്കൽ നോട്ടൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് ഇപ്പൊ മ്യൂസിക് അറിയാവുന്നവരല്ലെങ്കിൽ മ്യൂസിക്കിന്റെ ബേസ് അറിയാവുന്നവരാണെങ്കിൽ സംഭവം അറിയാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കൽ നോട്ട് വെച്ചിട്ട് തന്നെ 8th വേർഡ് ശരിക്കും ഒന്നാമത്തെ റിപ്പീറ്റേഷൻ കേട്ടല്ലേ? സാരി ഗാമ പാത നീ എന്നിട്ട് പിന്നെന്താ തന്നെ സാ തന്നെയാണ് അല്ലെ? അതേപോലെ റിപ്പീറ്റേഷൻ ആണ്. 7 നോട്ട്സ് ഉള്ള സ രി ഗ മ പ ദ നീ. വീണ്ടും എട്ടാമത് എന്ത് തന്നെ ഒരു സാ തന്നെ റിപ്പീറ്റ് ചെയ്യും. അതിപ്പോ ഇംഗ്ലീഷ് മ്യൂസിക്കൽ നോട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ലോ ഓഫ് മ്യൂസിക് എന്നൊക്കെ ചുമ്മാ കണക്ട് ചെയ്യാറുണ്ട്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ നോക്കി ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് വായിക്കും. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് സുഹാന വായിക്കും. The attempts of Dobner encouraged other chemists to correlate the properties of elements with their atomic masses. In 1866, John Newlands, an English scientist, arranged the then known elements in the order of increasing atomic masses. He started with the element having the lowest atomic mass and ended at thorium, which was the 56th element. He found that every 8th element had properties similar to that of the first. He compared this to the octaves found in music. Therefore, he called it the laws of octaves. It is known as the Newland's law of octaves. In Newland's octaves, the properties of lithium and sodium were found to be the same. Sodium is the 8th element after lithium. Similarly, beryllium and magnesium resembled each other. A part of the original form of Newland's octaves is given in table 5.3. ഒരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ ന്യൂലാൻഡ് ടേബിളിന്റെ കംപ്ലീറ്റ് അല്ലാട്ടോ, എ പാർട്ട്. ന്യൂലാൻഡിന്റെ ടേബിളിന്റെ ഒരു ചെറിയ പോർഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പോർഷൻ ഒക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പ് പാരഗ്രാഫ് നോക്കിക്കോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. അങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ ന്യൂലാൻഡിന്റെ കാലഘട്ടം, ഇറ്റ് മീൻസ് 1866 എന്നുള്ള ഒരു പീരീഡ് ആണ്. ആ കാലഘട്ടത്തില് കണ്ടുപിടിച്ച ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ആളാണ് ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജനിൽ നിന്നാണ് ക്ലാസിഫിക്കേഷൻ തുടങ്ങിയത്. അന്നത്തെ കാലഘട്ടത്തിൽ ന്യൂലാൻഡിന്റെ ടൈം പീരീഡിലെ കണ്ടുപിടിച്ച ഏറ്റവും വെയിറ്റ് കൂടിയ ആളായിരുന്നു തോറിയം. അത് 56ാമത്തെ എലമെന്റ് ആണ്. അപ്പൊ ഹൈഡ്രജനിൽ തുടങ്ങി 2ാമൻ 3ാമൻ 4ാമൻ 5ാമൻ 6ാമൻ വെച്ച് 56ാമത്തെ ആളായ തോറിയം വരെ വെച്ചു. അപ്പോഴാണ് ഈ 8ാമത്തെ എലമെന്റ് റെപ്യൂട്ടേഷൻ ഒക്കെ കണ്ടത് കേട്ടോ. ഓക്കെ, ലോ ഓഫ് ഒക്ടേവ്സ് എന്താന്ന് പഠിക്കണം. ആ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ലോ ഓഫ് ഒക്ടേവ്സ്. he found that every 8th element, അവിടുന്ന് മതി, every 8th element had properties similar to that of the first. അത് ഞാൻ ലോ ഓഫ് ഒക്ടേവ് എന്ന് പറയാം. every 8th element had properties similar to that of the first. അതിനാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യുന്ന പണി എന്താണെന്നറിയാം? നിങ്ങൾ ആ ടേബിളിലേക്ക് നോക്കുക. ടേബിൾ 5.3ലേക്ക് നോക്കുക. ടേബിൾ 5.3 ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറയാം. ഒബ്സർവ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ഇപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഓരോ ഗ്രൂപ്പിലും വരുന്ന ആൾക്കാരുടെ പ്രോപ്പർട്ടി സെയിം ആയിരിക്കണം അല്ലെ? എന്നല്ല നമ്മൾ പറഞ്ഞേ, ഒരേ പ്രോപ്പർട്ടി ഉള്ളവരെങ്ങനെ ഓരോ ഗ്രൂപ്പ് ആക്കി എന്നാ പറഞ്ഞേ, 8ാമത്തെ ആളെ കയറ്റി വെച്ച്. അപ്പൊ അവിടെ കൃത്യമായിട്ട് ഹൈഡ്രജനിൽ തുടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ലിഥിയത്തിൽ തുടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ബെറിലിയത്തിൽ തുടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ബോറോണിൽ തുടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, കാർബണിലുള്ള ഗ്രൂപ്പ് ഉണ്ട്, നൈട്രജന്റെ ഗ്രൂപ്പ് ഉണ്ട്, ഓക്സിജന്റെ ഗ്രൂപ്പ് ഉണ്ട്. ശരിയല്ലേ? ആ ഗ്രൂപ്പ് നിങ്ങളൊന്ന് നോക്കുക. ഓരോ ഗ്രൂപ്പും നോക്കുക. അതിൽ നമുക്ക് പരിചയമുള്ള കുറെ എലമെന്റ്സ് ഉണ്ട്, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരും ഉണ്ട്, സ്വാഭാവികമായി. അങ്ങനെ നിങ്ങൾ ആ ഗ്രൂപ്പ് നോക്കിയിട്ട് നമ്മളുടെ അറിവ് വെച്ച്, ഇൻ അവർ നോളജ്, ഒരേ പ്രോപ്പർട്ടി ഉള്ളവരൊക്കെ തന്നെയാണോ ഒരേ ഗ്രൂപ്പിലുള്ളത്, അതോ സെയിം ഗ്രൂപ്പിൽ തന്നെ ഡിഫറെന്റ് പ്രോപ്പർട്ടി ഉള്ളവർ വന്നിട്ടുണ്ടോ? ഇതാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത്. You just look into the table and compare whether every group contain elements with the same property or not. ഡിഫറെന്റ് പ്രോപ്പർട്ടി ഉള്ള ആൾക്കാർ ഒരേ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക നമ്മളുടെ നോളജ് വെച്ച്. അപ്പൊ അതിനകത്തുള്ള ചില ആൾക്കാരും നമുക്ക് പരിചയമുള്ളതല്ല. അപ്പൊ ടേബിളിൽ കൊടുത്ത ചില ആൾക്കാരൊന്നും നമുക്ക് ഫെമിലർ ആയ ആളുകളല്ല. ഒന്നും ചെയ്യാനില്ല, തൽക്കാലം സ്കിപ്പ് ചെയ്യാം. നമുക്ക് അറിയാവുന്നവരെ മാത്രം നിങ്ങളൊന്ന് നോക്കുക. അറിയാവുന്നവരെ മാത്രം ഒന്ന് നോക്കുക. നോക്കിയേ വേഗം. ആ ടേബിളിലുള്ള ആൾക്കാർ നമുക്ക് പരിചയമുള്ളവര് കുറെ പേരുണ്ടെന്നേ, നമുക്ക് പരിചയമുള്ള കുറെ പേര് അതിനകത്തുണ്ട്. അവരൊന്ന് നോക്കാം. എന്നിട്ട് പ്രശ്നക്കാരായ ആൾക്കാർ അതിലുണ്ടോ എന്നൊന്ന് കണ്ടുപിടിച്ചേ.
പ്രശ്നക്കാരായവർ അതിലുണ്ടോ എന്ന് കണ്ടുപിടിച്ച് നോക്കട്ടെ. ശ്രദ്ധിച്ചു വേഗം. ഇതാണ് ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ. നമ്മുടെ പരിചയത്തിൽ നോക്കിയാൽ മതി. ഇതിനകത്ത് നമുക്ക് പരിചയമുള്ള കുറേ പേരുണ്ട്. അവിടുന്ന് തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. എല്ലാ ഗ്രൂപ്പിലും ഒരേ സ്വഭാവക്കാർ തന്നെയാണോ ഉള്ളത് എന്നൊന്ന് കമ്പയർ ചെയ്യുക. അത് കണ്ട് പിന്നെ നമുക്ക് വേറെ കാര്യം നോക്കാൻ കേട്ടോ, അത് ഞാൻ പറയാം. സ്പീഡ് നോക്കണേ, 1 മിനിറ്റോടെ മാക്സിമം. നമുക്കറിയാവുന്നവരെ കമ്പയർ ചെയ്യാം. അതിനകത്ത് തന്നെ എന്താ പറയാ, റുബീഡിയവും സ്ട്രോൺഷ്യവും അതുപോലെ ഇറ്റീരിയവും സെലീനിയവും ലന്താനവും സിർക്കോണിയവും ഇന്ത്യയും അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. നമുക്ക് അത്ര പരിചയമുള്ളവരല്ല. അതിന്റെ പ്രോപ്പർട്ടീസും നമുക്ക് പരിചയമില്ല. വേണ്ട, നമുക്ക് പരിചയമുള്ള കുറെ പേര് അതിലുണ്ട്, അവരെ നോക്കിയാൽ മതി. തേർട്ടി സെക്കൻഡ്സ് കൂടെ, അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല. കമ്പയർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. 30 seconds more. റൈറ്റ്, ഒന്ന് പറയാൻ നോക്കിയപ്പോ ഏതെങ്കിലും ഡിഫറെന്റ് പ്രോപ്പർട്ടി ഉള്ള ആൾക്കാർ ഒരേ ഗ്രൂപ്പിൽ പെട്ടുപോയി എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ ഷാഹിദ്? ഒന്ന് പറയടാ നോക്കിയിട്ട്. കേൾക്കുന്നില്ല ഷാഹിദ്? ഏതാണ് ആ കുറച്ചൊക്കെ എക്സാമ്പിൾ പറ. ഹൈഡ്രജനും പറഞ്ഞോടാ. ഹൈഡ്രജൻ ക്ലിയർ ആയില്ല? ഹൈഡ്രജൻ, ക്ലോറിനും ബ്രോമിനും. ഹൈഡ്രജനും ക്ലോറിനും ബ്രോമിനും ഒരുമിച്ച് വരാൻ പാടില്ല ആണോ? അതാണോ ഉദ്ദേശിച്ചത്? എടാ എനിക്ക് നീ ഞാൻ മൈക്കൊന്ന് അടുപ്പിച്ച് പിടിച്ചേ. ചെറിയൊരു ഡൗട്ട്. ഒന്നാമത് നീ മൈക്ക് ഉപയോഗിക്കുള്ളൂ, അതാണ് ഒന്നാമത്തെ പ്രശ്നം. എനിക്ക് ഇതിന്റെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല, വളരെ ഫീബിൾ ആയിട്ട് കേൾക്കുന്നത്. നോക്കിയിട്ട് സുഹാന, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ എക്സാമ്പിള്, 2 എലമെന്റ് പ്രോപ്പർട്ടി ഡിഫറെന്റ് ആണ് പക്ഷെ ഒരേ ഗ്രൂപ്പിൽ പെട്ടു, അങ്ങനെ പറയാൻ പറ്റിയത്? So bromine, ബ്രോമിനും lithium, ബ്രോമിൻ ലിഥിയം 2 ഗ്രൂപ്പിലല്ലേ കിടക്കുന്നത്? ഒരാൾ ഇപ്പുറം ഒരാൾ അപ്പുറം അല്ലേ? brominum, chlorine. ബ്രോമിനും ക്ലോറിനും പ്രോപ്പർട്ടി ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ബ്രോമിൻ നമുക്ക് അത്ര പരിചയമുള്ള ആളും അല്ല, അതിന്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാന്ന് നമുക്ക് അത്ര പരിചയമില്ല. നമ്മൾ അങ്ങനെ കാര്യമായി നമ്മൾ ഡിസ്കഷനിൽ വന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഡിസ്കഷനിലൊക്കെ വന്നേക്കുന്ന ചില ആൾക്കാരുണ്ട് തന്നെ അവിടെ. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. നജാദെ കിട്ടിയോടാ? സാറേ ഈ പ്രോപ്പർട്ടിയില് മറ്റേ ഗ്യാസ് അങ്ങനെ ഉണ്ടോ? ഓ ധൈര്യമായിട്ട് എടുത്തോ, രണ്ട് പറഞ്ഞോ. എന്നാ അവസാനത്തേല് ഓക്സിജനും അയണും. അബ്സല്യൂട്ട്ലി, അതാ പറയാം, നമുക്ക് പരിചയമുള്ള ആൾക്കാർ അതിൽ കിടപ്പുണ്ട്. ലാസ്റ്റ് ഗ്രൂപ്പ് നിങ്ങൾ നോക്കിയേ, ലാസ്റ്റ് ഗ്രൂപ്പിൽ വന്നേക്കുന്ന ഓക്സിജൻ ഒരു ഗ്യാസാ, സൾഫർ ഒരു ഗ്യാസാ, അയൺ ഒരു സോളിഡ് അല്ലേ? സോളിഡ് എന്ന് മാത്രമല്ല, ഇരുമ്പിന്റെ സ്വഭാവം സോളിഡ് ആണെങ്കിൽ ചില കേസിലുണ്ടല്ലോ സോളിഡും ഗ്യാസും ഒക്കെ ഒരേ ഗ്രൂപ്പിൽ വരും. പക്ഷെ അതിന്റെ പ്രോപ്പർട്ടി, അത് കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. അതിന്റെ വാലൻസി, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അങ്ങനെ കുറെ സാധനമൊക്കെ സെയിം ആയിരിക്കും. ഇത് അയണിന്റെ കോൺഫിഗറേഷനും പ്രോപ്പർട്ടിയും മറ്റവരോട് ഒരു ബന്ധമില്ല. ഇനി അതുപോലെ നമ്മൾ നോക്കിയുണ്ടല്ലോ, ഇനിയുണ്ട് ഒരു എക്സാമ്പിളോടെ ഉണ്ട്. ആർക്കെങ്കിലും കണ്ടെത്താൻ പറ്റിയോ? ഇനി ഒരു എക്സാമ്പിളോട് ഇതുപോലെ നമുക്ക് പറയാൻ പറ്റും. ഒരു ബന്ധമില്ലാത്ത നമുക്ക് പരിചയത്തിലെ ആൾക്കാർ കിടപ്പുണ്ട് ഇവിടെ. ഇനി സോഡിയവും കോപ്പറും ആണോ? സോഡിയവും കോപ്പറും പരിഗണിക്കാവുന്നതാണ്. കാരണം സോഡിയം എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് റിയാക്റ്റീവ് ആണ്, കോപ്പർ അത്ര റിയാക്റ്റീവ് അല്ല. വേറെ ഉണ്ട്, ഇനിയും ഉണ്ട്. സർ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം സോഫ്റ്റ് മെറ്റൽസ് അല്ലേ?
ലിഡിയം സോഡിയം പൊട്ടാസ്യം സോഫ്റ്റ് മെറ്റൽ ആണ്, പക്ഷെ കോപ്പർ ആ കാറ്റഗറി പെടില്ല. ഇപ്പൊ നമ്മൾ ആ പറഞ്ഞ ഗ്രൂപ്പിൽ തന്നെ വരുന്നതാണ്. വേറെ ഇനിയുണ്ട്. ഏതാടാ? ഹൈഡ്രജനും ക്ലോറിനും ശരിക്കും പ്രോപ്പർട്ടിയിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. രണ്ടുപേരും വാലൻസി 1 ആണ്, രണ്ടുപേരും ഗ്യാസസ് ആണ്, അങ്ങനെ രണ്ടുപേരും നോൺ മെറ്റൽസ് ആണ്. കുറെ സിമിലാരിറ്റി ഉണ്ട് അവർക്ക്. വേറെ കിട്ടിയില്ല. ഈ Ni എന്ന് പറഞ്ഞ എലമെന്റ് ഏതാ? Ni മുർഷിദ, Ni എന്നുള്ള എലമെന്റ് ആരാ? അറിയില്ല. Ni anyone? Ni എന്നുള്ള എലമെന്റ് ആരാ? anyone? ആർക്കും അറിയില്ല. നമ്മൾ ആ എക്സാമ്പിൾ നോക്കിയിട്ട് കാര്യമില്ല. Ni എന്ന് പറഞ്ഞ എലമെന്റ് നിക്കൽ ആണോ? നിക്കൽ. CO എന്ന് പറഞ്ഞ എലമെന്റ് കൊബാൾട്ട്. കൊബാൾട്ട് നിക്കൽസ് ഒക്കെ മെറ്റൽസ് ആണ്. അവർ ഒരു കാരണവശാലും നമ്മുടെ ക്ലോറിന്റെയോ ഹൈഡ്രജന്റെയോ ഒന്നും പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരല്ല. ഓക്കെ, വേണമെന്നില്ല. നമുക്ക് അയണും അതുപോലെ ഓക്സിജനും നമുക്ക് എളുപ്പം അതുകൊണ്ട് ആ എക്സാമ്പിൾ എടുത്താലും മതി. ഇനി അടുത്തൊരു കേസ് ചോദിക്കട്ടെ. ഈ ടേബിളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ആ ടേബിളിൽ നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ഇഷ്യൂ? ഇപ്പൊ ഒരേ പ്രോപ്പർട്ടി അല്ലാത്തവര് ചില ഗ്രൂപ്പിൽ പെട്ടിട്ടുണ്ട്, നമ്മളിപ്പോ കണ്ടു. ഓക്കെ, എനി അതർ ഇഷ്യൂ വെൻ യു ലുക്ക് ഇൻ ടു ദ ടേബിൾ? മുർഷിദ, വേറെ എന്തെങ്കിലും പ്രശ്നം? സെക്കൻഡ് ലാസ്റ്റ് അവിടെ ഫില്ലലുണ്ട്. സെക്കൻഡ് ലാസ്റ്റ് രണ്ടുപേരും ബ്ലാങ്ക് ആയിട്ട് കിടപ്പുണ്ട്, അതാണോ? ഓക്കെ, രണ്ടുപേരും ബ്ലാങ്ക് ആയിട്ട് കിടപ്പുണ്ട്. ശരി, അതൊരു പ്രശ്നമാണ്. വേറെ അബ്ദുള്ള? വേറെ പ്രത്യേകിച്ച് ഒന്നും പ്രശ്നമില്ല. നോക്കുമ്പോ എല്ലായിടത്തും നമ്മള് ഓരോരോ സ്ലോട്ടുകൾ നോക്കുമ്പോ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്പർ കൂടുതലുണ്ടോ ഓരോ? എവിടെയത്? സെക്കൻഡിനേക്കാളും കൂടുതൽ ഫസ്റ്റിലുണ്ട്. സെക്കൻഡിനേക്കാൾ കൂടുതൽ ഫസ്റ്റിൽ വരാൻ കാരണം എന്താ? ഒരേ പ്രോപ്പർട്ടി ഉള്ളതായിരുന്നു. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. സെക്കൻഡ് അത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കോപ്പർ, അതുപോലെ ഏറ്റവും അവസാനം RB, റുബീരിയം, ഇതല്ലേ കിടക്കുന്നത്? രണ്ടെണ്ണം ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. നമ്മളെ ടേബിളിൽ നോക്കുമ്പോൾ അടുത്തൊരു പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? ഒരൊറ്റ സ്പേസ്, ഒരൊറ്റ സ്ലോട്ടിൽ രണ്ടാൾ എഴുതി വെച്ചേക്കുക. ഇവിടെ കോപ്പറും നിക്കലും. അതെങ്ങനെ ശരിയാവുക? നമ്മൾ പറഞ്ഞത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് ആണെന്നല്ലേ പറഞ്ഞേ. അപ്പൊ കോപ്പർ നിക്കൽ, കൊബാൾട്ട് നിക്കൽ ഒരുമിച്ചിരിക്കാൻ പറ്റുമോ? കൊബാൾട്ട് നിക്കലിന്റെ മാസ് രണ്ടാ. അപ്പൊ കൊബാൾട്ട് ഒന്നെങ്കിൽ അവിടെ ഏറ്റവും കൊബാൾട്ട് നിക്കലിൽ കുറവ് മാസം ആരാണോ അവൻ അവിടെ വന്നും അടുത്ത ആൾ അപ്പുറത്തേക്ക് പോകണം. ശരിയല്ലേ? ന്യൂലാൻഡ് രണ്ടുപേരെ ഒരുമിച്ച് കയറ്റി വെച്ചു. ഇതേ പ്രശ്നം എവിടെയുണ്ട്? സെലീനിയം ആൻഡ് ലന്താനം, അവിടെയും രണ്ടുപേരെ ഒറ്റ സ്ലോട്ട് കയറ്റി വെച്ചു. അത് പറ്റില്ലല്ലോ, കാരണം രണ്ടുപേരെ മാസ് ഡിഫറൻറ്റാ. മാസ് ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അവർക്ക് പൊസിഷനും ഡിഫറൻറ്റ് വരണം. അപ്പൊ ഇതുപോലെ കുറെ പ്രശ്നങ്ങൾ ന്യൂലാൻഡ് ടേബിളിലുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താ നോക്കി? ഡിഫറൻറ്റ് പ്രോപ്പർട്ടി ഉള്ള ആൾക്കാർ ഒരേ ഗ്രൂപ്പിൽ വന്നു. ഓക്കെ, രണ്ട്, ഒറ്റ സ്ലോട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ വെച്ചു. രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം, ന്യൂലാൻഡ് ചെയ്ത ഏറ്റവും വലിയ അബദ്ധം എന്താണെന്നറിയോ? ന്യൂലാൻഡ് പറഞ്ഞു 56 എലമെന്റ്സ് ആണ് എൻ്റെ ടേബിളിൽ ഉള്ളത്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ, 56 എലമെന്റ്സ് ആണ് എൻ്റെ ടേബിളിൽ ഉള്ളത്. ഈ 56 എലമെന്റ് അല്ലാതെ ഇനി ഒരു 57ാമത്തെ ആളെ കണ്ടുപിടിക്കാനില്ല. ഭാവിയിൽ അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടക്കാനില്ല. ഇൻ ദിസ് എർത്ത് ദർ ഇസ് ഓൺലി 56 എലമെന്റ്. ഇങ്ങനെ ഒരു ഡയലോഗ് മൂപ്പര് പറഞ്ഞു. ഈ 56 പേരെ ഭാവിയിലും ഉണ്ടാവും, പുതിയ ഒരാളെ കണ്ടുപിടിക്കത്തില്ല എന്ന് പുള്ളി കട്ടൻഡായിട്ട് പറഞ്ഞു. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. കാരണം പിന്നീട് ഭാവിയിൽ 56, അങ്ങനെ 57, 58, 59, 60 വന്ന് ഇന്നിപ്പോ 118 പേരിൽ വരെ വന്ന് നിൽക്കുക അല്ലെ? ഇതായിരുന്നു അദ്ദേഹം നടത്തിയ ഏറ്റവും എന്താ പറയാ ഒരു സ്റ്റുപ്പിഡായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. 56-നപ്പുറത്തേക്ക് ഒരാളെയും കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ന്യൂലാൻഡ് ടേബിളിനുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ വരുമ്പോ ഡോബർണിയറിന്റെ ടേബിളിൽ കുറെ പ്രശ്നം വന്നപ്പോ നമ്മൾ എന്താ ചെയ്തേ? ഇത് അങ്ങനെ എടുത്തില്ല, റിജക്ട് ചെയ്തു. വി റിജക്റ്റഡ് ദ മോഡൽ. ഈ മോഡലിനെയും നമ്മൾ പതിയെ റിജക്ട് ചെയ്തു. അത് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോളണം, ന്യൂലാൻഡിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് മോഡലാണിത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ പുതിയ എലമെന്റിനെ കണ്ടെത്തുന്നതും ഇഷ്യൂസ് ഉണ്ടാവുന്നത് കേട്ടോ. അത് എപ്പോഴും ഓർത്തോളണേ. പറയുമ്പോ ഇവന്മാരൊന്നും ഒരു പണിയില്ലാണ്ട് ഒരു ഗുണമില്ലാതെ വർക്ക് ചെയ്തു നിങ്ങൾ ചിന്തിക്കരുത്. ഇവരുടെ വർക്ക് എക്സ്ട്രാ ഓർഡിനറി വർക്കാണ്. ബട്ട് ലേറ്റർ ഒരു പുതിയ കാലഘട്ടത്തിന്റെ അപ്ഡേഷനിലേക്ക് ഇവന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ.
ഈ ലിമിറ്റേഷൻസ് വളരെ കൃത്യമായി നെക്സ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വായിച്ചു സുഹാന, ആ പോയിന്റ്സ് വായിച്ച്. It was found that the law of octaves was applicable only up to calcium, as after calcium, every eighth element did not possess properties similar to that of the first. ഏറ്റവും It was ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അത് പറഞ്ഞത്. 1 സെക്കൻഡ്. എന്താ നോക്കി, കാൽഷ്യം വരെ, കാൽഷ്യം എന്നുള്ള എലമെന്റ് വരെ ലോ ഓഫ് ഒക്ടേവ്സ് കൃത്യം ഫോളോ ചെയ്യും. അതായത് കാൽഷ്യം എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് എവിടെയാണ് കാൽഷ്യം എന്ന് പറഞ്ഞത്, ഇവിടെ വരെ കുഴപ്പമില്ല. ഹൈഡ്രജനും ഫ്ലൂറിനും ക്ലോറിനും ഏകദേശം ഒരേ പ്രോപ്പർട്ടിയാണ്. ലിഥിയം സോഡിയം പൊട്ടാസ്യം ഓൾമോസ്റ്റ് ഒരേ പ്രോപ്പർട്ടിയാണ്. ബെറീലിയം മഗ്നീഷ്യം കാൽഷ്യം ഓൾമോസ്റ്റ് ഒരേ പ്രോപ്പർട്ടിയാണ്. ബോറോണും അലൂമിനിയവും ഓക്കെയാണ്. കാർബണും സിലിക്കണും ഓക്കെയാണ്. നൈട്രജനും ഫോസ്ഫറസും ഓക്കെയാണ്. ഓക്സിജനും സൾഫറും ഓക്കെയാണ്. കാൽഷ്യത്തിന് ഇപ്പുറത്തേക്കുള്ള ആൾക്കാരിൽ തൊട്ടിട്ട് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് ഫെയിൽ ആവും. ഈ SR എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട്, പിന്നെ TI, മാംഗനീസ് ഒന്നും നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനത്. കാൽഷ്യം വരെ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ ലോ ഓഫ് ഒക്ടേവ്സിന് റൂം. കാൽഷ്യത്തിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല, ലോ ഓഫ് ഒക്ടേവ്സിനെ ഫോളോ ചെയ്യില്ല. 8th എലമെന്റിന് ഒന്നാമതിന്റെ അതേ പ്രോപ്പർട്ടി എന്ന റിപ്പീറ്റേഷൻ കാണാൻ പറ്റും. ഓക്കെ, റൈറ്റ്. അടുത്ത വായിച്ചു സ്വാഗതം. It was assumed by Newlands that only 56 elements existed in nature and no more elements would be discovered in the future. But later on, several new elements were discovered whose properties did not fit into the law of octaves. Okay, third one. In order to fit elements into his table, Newlands adjusted 2 elements in the same slot, but also put some unlike elements under the same note. Can you find examples of these from table 5.3? Note that cobalt and nickel are in the same slot and these are placed in the same column as fluorine, chlorine and bromine, which have very different properties than these elements. Iron, which resembles cobalt and nickel in properties, has been placed far away from these elements. Thus, Newlands' law of octaves worked well with lighter elements only. അതിനിടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, വിത്ത് ദ ഡിസ്കവറി ഓഫ് നോബൽ ഗ്യാസ് ലോ ഓഫ് ഒക്ടേവ്സ് ബിക്കം ഇറലവന്റ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, സെന്റൻസ് ഇല്ലേ, ഉണ്ടോ? അതിന്റെ ടെക്സ്റ്റിൽ മാത്രമല്ലോ അങ്ങനെ സെന്റൻസ് ഉണ്ടോ? ഇപ്പൊ നമ്മൾ വായിച്ചു വന്നതിന്റെ ഏറ്റവും ലാസ്റ്റ് സെന്റൻസ് ദസ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് വർക്ക്ഡ് വെൽ വിത്ത് ലൈറ്റർ എലമെന്റ്സ് ഉള്ളി എന്നുള്ളതാണ്. അതിന് തൊട്ട് മുമ്പ് ഒരു സെന്റൻസ് ഉണ്ടോ നോക്കി, വിത്ത് ദ ഡിസ്കവറി ഓഫ് നോബൽ ഗ്യാസസ് ലോ ഓഫ് ഒക്ടേവ്സ് ബിക്കം ഇറലവന്റ് എന്നൊരു പോയിന്റ് ഉണ്ടോ? ഉണ്ട്. ശരി, അപ്പൊ ന്യൂലാൻഡിന്റെ ഒക്ടേവ്സ് എന്ന ക്ലാസിഫിക്കേഷന്റെ ലിമിറ്റേഷൻ നമുക്ക് 4 പോയിന്റ് ആയിട്ട്, ഇപ്പൊ അവിടെ 3 പോയിന്റ് ആയിട്ട് കൊടുത്തേക്ക്, നമുക്ക് അതിനെ 4 ആക്കാം. ഒന്നാമത്, ലോ ഓഫ് ഒക്ടേവ്സ് ഇസ് ആപ്ലിക്കബിൾ ഓൺലി അപ് ടു കാൽഷ്യം. രണ്ടാമത്തത്, Newland said that there are only 56 elements in nature, but later many other elements were discovered. 3, 2 different elements were placed in the same slot. 4, elements with different properties were grouped in the same group. 4 പ്രശ്നങ്ങളാണ് ന്യൂലാൻഡിനുള്ളത് കേട്ടോ. ഈ 4 എണ്ണത്തിനാണ് നമ്മൾ ലിമിറ്റേഷൻസ് ഓഫ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് ന്യൂലാൻഡ്സ് ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ വൈ ന്യൂലാൻഡ്സ് ക്ലാസിഫിക്കേഷൻ ബിക്കം ഇറലവന്റ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഈ 4 പോയിന്റ് ആണ്. 1, ദ ലോ ഓഫ് ഒക്ടേവ്സ് ഇസ് ആപ്ലിക്കബിൾ ഓൺലി അപ് ടു കാൽഷ്യം. 2, Newland said that only 56 elements were present in the nature, but later many other elements were discovered. 3, 2 different elements were placed in the same slot, for example, cobalt and nickel. 4, elements with different properties were placed in the same group, for example, oxygen and iron. Okay, 4 പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. ടെക്സ്റ്റിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക, വേണമെങ്കിൽ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ ലിമിറ്റേഷൻസ് ഓഫ് ന്യൂലാൻഡ്സ് ലോ ഓഫ് octaves or the limitations of Newland's classification. ഡയറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആ മോഡലിനെ പതുക്കെ ചവിട്ടി റിജക്ട് ചെയ്തു. കുറച്ചുകൂടെ ബെറ്റർ ആയ മറ്റൊരു മോഡലിലേക്ക് നമ്മൾ പതിയെ മൂവ് ചെയ്യും. അപ്പൊ അതിന് ഒന്ന് വേഗം വായിച്ചു നോക്കി പറഞ്ഞ പോയിന്റ്സ്. 2 ക്ലാസിഫിക്കേഷൻ കൂടി ഇതുപോലത്തെ ഒരു ഡിസ്കഷൻ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാനുള്ള കുറച്ച് സാധനമൊക്കെ നമുക്ക് കയറി വരും കേട്ടോ. 2 കേസോടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് മൂവ് ചെയ്യുക, മെന്റലിവും മോസ്ലീസ് ക്ലാസിഫിക്കേഷൻ.
വേഗം 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 1 minute മാക്സിമം. Without 30 seconds. നിർബന്ധമായും ബൈഹേർഡ് ചെയ്യേണ്ട ഡേറ്റ ആണോ? ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള ടോപ്പിക്കാണ്. How many elements were proposed by Newland? Up to which element the law of octaves is satisfied? Give an example for a pair of elements which were placed in the same slot. Give an example for a pair of elements having different properties which were placed in same group. എന്നൊക്കെ രീതിയിലുള്ള 1 മാർക്കിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കഴിയില്ലേ എല്ലാവരും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 3 ക്വസ്റ്റ്യൻ അതിൽ ഒന്നാമത്തേത് ഡൊബർണിയർസ് ട്രയഡ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ദ കോളംസ് ഓഫ് ന്യൂലാൻഡ്സ് ഒക്ടേവ് കമ്പയർ ആൻഡ് ഫൈൻഡ് ഔട്ട്. ന്യൂലാൻഡിന്റെ ടേബിളിലേക്ക് നോക്കുക, ഡൊബർണിയറിന്റെ ട്രയഡ്സിലേക്ക് നോക്കുക, രണ്ടും കമ്പയർ ചെയ്തിട്ട് ഡൊബർണിയർ പറഞ്ഞ ട്രയഡ്സിൽ ഏതെങ്കിലും ന്യൂലാൻഡ് ടേബിളിൽ ഉണ്ടോ, ഉണ്ടെങ്കിൽ ആര് എന്നാണ് ചോദ്യം. ഡൊബർണിയർ പ്രപ്പോസ് ചെയ്ത ട്രയഡ്സിലെ ഏതെങ്കിലും കേസ് ന്യൂലാൻഡിന്റെ ടേബിളിൽ വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആര്? നോക്കിയോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആരാണത്? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആരാണത്? ഇല്ലെങ്കിൽ ഇല്ല. വായിച്ചേ, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, വന്നിട്ടുണ്ട്. ആരാത്? അത് NPAS എന്ന് പറയുന്ന ആളെ ഞാൻ ചവിട്ടി കൂട്ടും. NPAS എന്നുള്ള ആള് ഡൊബർണിയറിന്റെ ക്ലാസിഫിക്കേഷനിൽ പെട്ടതല്ല. ഡൊബർണിയറിന്റെ ട്രയഡ്സ് ഏതൊക്കെയാണ്? ഡൊബർണിയറിന്റെ ട്രയഡ്സിൽ വന്നത് ആരൊക്കെയാ? ക്ലോറിൻ, ബ്രോമിൻ, മറ്റേ അയഡിൻ, പിന്നെ കാൽസ്യം, SRB, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, പിന്നെ അവിടെയാണ് പ്രശ്നം. നീ എപ്പോഴാണ് ക്ലാസ്സിൽ കയറി? അതിന്റെയാണ്. എങ്ങനെ അങ്ങനെ ആൻസർ വന്ന്? ഏതൊക്കെയാ ഡൊബർണിയറിന്റെ ട്രയഡ്സിൽ പെടുക എന്ന് പറഞ്ഞ സച്ചിൻ? ഡൊബർണിയറിന്റെ ട്രയഡ്സിൽ പെടുന്നത് ആരൊക്കെയാ? സർ, ഗ്രൂപ്പ് എ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, പിന്നെ നേരത്തെ പറഞ്ഞ കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ടേബിൾ 5.2 കണ്ടോ? ഫൈസേ ടേബിൾ 5.2 തൊട്ടിപ്പുറം ചെറിയൊരു ടേബിൾ കണ്ടോ? കണ്ടു. ആ ടേബിൾ ആണ് ഡൊബർണിയറിന്റെ ട്രയഡ് കേട്ടോ. ടേബിൾ 5.1 അല്ല. ടേബിൾ 5.1 ചുമ്മാ ഒരു ടേബിൾ മാത്രമാണ്, ഡൊബർണിയറിന്റെ ട്രയഡ്സ് അല്ല. ഓക്കെ, അപ്പൊ പറയും സച്ചിൻ പറടാ, ഇതിനകത്ത് നമ്മുടെ ന്യൂലാൻഡിന്റെ ടേബിളിൽ ഡൊബർണിയറിന്റെ ഏതെങ്കിലും ട്രയഡ്സ് പെട്ടിട്ടുണ്ടോ? സർ, ക്ലോറിനും ബ്രോമിനും. ക്ലോറിനും ബ്രോമിനും വന്നിട്ടുള്ളൂ. അയഡിനും കൂടെ ഉണ്ടെങ്കിൽ ട്രയഡ്സ് ആവുള്ളൂ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അത് കറക്റ്റ് ആണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ആണ് ന്യൂലാൻഡ് ടേബിൾ വന്നിട്ടുള്ള ട്രയഡ് കേട്ടോ. ഇത് കിടക്കുന്നു കൃത്യം അതേ ഓർഡറിൽ തന്നെ ആ 3 കിടപ്പുണ്ട്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കണ്ടില്ലേ? അതാണ് നമുക്ക് ട്രയഡ്സിൽ പെടുത്താൻ പറ്റുക. അടുത്തത്, വാട്ട് വർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഡൊബർണിയർസ് ക്ലാസിഫിക്കേഷൻ? കൃത്യം നമ്മൾ പോയിന്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ. He could only identify 3 elements. Sorry, he could only identify 3 triads containing 3 elements. Okay. അടുത്തത്, what were the limitation of Newland law of octave? തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞ 4 പോയിന്റ്സ്. കുഴപ്പമില്ലല്ലോ? Clear everyone? Okay, fine. Then we are moving into the third category, much more important one compared to first and second. The classification made by Mendeleev. ഇതിന്റെ കംപ്ലീറ്റ് നെയിം Dmitry Ivanovich Mendeleev എന്നാണോ? Dmitry Ivanovich Mendeleev. ആ നെയിം കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ഒറിജിൻ എവിടെയാണെന്ന് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ?
ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ്. ദിമിത്രി എന്നുള്ള നെയിമൊക്കെ ഏത് രാജ്യവുമായി റിലേറ്റ് ചെയ്താന്ന് ഇനി ഐഡിയ ഇല്ല? ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഹിസ്റ്ററി വലിയ പിടിയില്ലല്ലോ അല്ലെ? ഹിസ്റ്റോറിക്കൽ നെയിംസ് ഒക്കെയാണ് ദിമിത്രി എന്നുള്ള നെയിമൊക്കെ. റഷ്യനാണ്. റഷ്യൻ ആണോ? ശരിക്കും സൈബീരിയ ആണ്, റഷ്യൻ ഒറിജിനാണ്. ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ് എന്നാണ് അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് നെയിം. ഓക്കെ, മെൻഡലീവും ചെയ്ത പണി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവന്മാരൊക്കെ ചെയ്ത അതേ പണി തന്നെ മെൻഡലീവും ചെയ്ത് അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് നോക്കി, നടപടി ഉണ്ടോ എന്നൊക്കെ നോക്കി. എന്നാണ് പുള്ളിയും ചെയ്തത്. പക്ഷേ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയ കുറച്ച് പണികൾ അദ്ദേഹം ചെയ്തിരുന്നു. അത് എന്തൊക്കെയാണ് നമ്മൾ അടുത്ത് പറയുന്നത് കേട്ടോ. നോക്കോ, മെൻഡലീവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മെൻഡലീവ് ജസ്റ്റ് അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ മാത്രം നോക്കുകയല്ല ചെയ്ത്. Along with the increasing order of atomic mass, he also focused on chemical properties of the elements. Atomic mass മാത്രം നോക്കാതെ അദ്ദേഹം എലമെന്റ്സിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി കൂടി നോക്കി. അതിന്റെ കൂടി ബേസിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? മോഡലിനെ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, അത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത് പറയുന്നുണ്ടോ? ശ്രദ്ധിച്ചു കേട്ടോ. പറയാലോ അല്ലേ everyone? ഓക്കെ, മെൻഡലീവ് ചെയ്ത പണി. At the time of Mendeleev, total 63 elements were there. 63 elements ഉണ്ടായിരുന്നു. അപ്പൊ ന്യൂലാൻഡ് 56 എന്ന് പറഞ്ഞു. ന്യൂലാൻഡ് പറഞ്ഞതിന് ശേഷം ഒരു നിസ്സാര നമ്പർ ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഈ മെൻഡലീവിന്റെ പീരീഡ് വരുന്നത് കേട്ടോ. അപ്പൊ മെൻഡലീവിന്റെ ടൈമില് ടോട്ടൽ ഉണ്ടായിരുന്നത് ന്യൂലാൻഡ് പ്രപ്പോസ് എനിക്ക് തോന്നുന്നു ഒരു 6 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മെൻഡലീവ് പീരിയോഡിക് ടേബിളിനെ പ്രപ്പോസ് ചെയ്തു. ഈ 6 കൊല്ലത്തിനിടയ്ക്കാണ് ബാക്കി 7 എലമെന്റ്സിനെ കണ്ടുപിടിച്ചത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. മെൻഡലീവ് ചെയ്തെന്നറിയോ? അദ്ദേഹം 63 കാർഡ് എടുത്തു. 63 കാർഡ്. ഓക്കെ, ഇങ്ങനെ 63 കാർഡ് എടുത്തു. ഇങ്ങനെ കാർഡ് എടുത്തു. ഓരോ കാർഡിന്റെ മുകളിലും എലമെന്റിന്റെ പേര് എഴുതി വെച്ചു. ഇപ്പൊ നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ റെഡിയാക്കില്ലേ? എന്താ ചെയ്യാ? ഓരോ സ്റ്റുഡന്റിന്റെയും പേര്, ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോയൊക്കെ ഒട്ടിച്ചു വയ്ക്കും. ഇംഗ്ലീഷിന് കിട്ടിയ മാർക്ക്, മലയാളത്തിന് കിട്ടിയ മാർക്ക്, മറ്റേ സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക്, ഈ സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക്, ഇതൊക്കെ എഴുതും അല്ലേ? ഇങ്ങനെ എല്ലാം എഴുതിയിട്ട് എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ നോക്കും. ഗ്രേഡ് A1 ആണോ, A2 ആണോ, A3 ആണോ, അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യും. സെയിം പണി. ഇങ്ങനെ സ്റ്റുഡൻസിന്റെ മാർക്ക് ടീച്ചേഴ്സ് ചെയ്യുന്നത് പോലെ തന്നെ എലമെന്റ്സിന് എടുത്തു. അവന്റെ മാർക്കിന് പകരം വേറൊരു സംഗതി അദ്ദേഹം എഴുതി വെച്ചു. ഇതെന്നാ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ 63 എലമെന്റ്സിന്റെയും പ്രോഗ്രസ് കാർഡ് റെഡിയാക്കുകയാണ് മെൻഡലീവ്. അങ്ങനെ 63 എലമെന്റ്സിന്റെയും പ്രോഗ്രസ് കാർഡിൽ 63 എലമെന്റിന്റെയും പേര് എഴുതി വെച്ച് കേട്ടോ നിലവിൽ. ബാക്കി പറയാലോ. ഇനി മെൻഡലീവ് ചെയ്ത പണി ഏതാണെന്നറിയോ? മെൻഡലീവ് ഈ 63 എലമെന്റ്സും ഓക്സിജനുമായി റിയാക്ട് ചെയ്താൽ കിട്ടുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല എഴുതി, ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്താൽ കിട്ടുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുലയും എഴുതി. ഒന്നുകൂടെ ഞാൻ പറയാം. He written the name of the compound, formula of the compound formed when the element react with oxygen and when the element react with the hydrogen. അങ്ങനെ എഴുതിയപ്പോ ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്ന കോമ്പൗണ്ട്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തപ്പോ അതിന്റെ ഫോർമുലാസ് വന്നത് ഈ രീതിയിലാണ്. ശ്രദ്ധിച്ചു കേട്ടോ. R2O, RO, R2O3, RO2, R2O5, RO3, R2O7, RO4. ഇങ്ങനെയാണ് എലമെന്റ്സിന്റെ ഫോർമുല കിട്ടിയത്. ഈ R എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ജനറൽ കേസ് ആട്ടോ. R ജനറൽ കേസ്. എന്താ ഞാൻ എനിക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. R2O എന്ന രീതിയിൽ ഫോർമുല വന്ന ആൾക്കാരാണ് H2O, Li2O, Na2O, K2O പോലുള്ള ആൾക്കാർ. അതിൻ്റെയൊക്കെ ജനറൽ കേസാണ് എന്ത്? R2O. പിടിയോ? RO എന്നുള്ള കാറ്റഗറിയിൽ വന്നതാണ് BeO, MgO, CaO എക്സെട്ര. ഇവന്മാരൊക്കെ നമ്മൾ ഈ പറഞ്ഞ ZnO, സിങ്ക് ഓക്സൈഡ്, ZnO, അതൊക്കെ RO എന്നുള്ള ഫോമിൽ വരുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇനി അടുത്തത് R2O3 ഫോമിൽ വരുന്നതാണ് Al2O3 അലൂമിനിയത്തിന്റെ, B2O3 ബോറോണിന്റെ, അങ്ങനെ കുറെ ആൾക്കാർ ആ കാറ്റഗറിയിൽ വരും. RO2 വരുന്നതാണ് കാർബൺ ഡയോക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ്. ഈ ഫോമിൽ വരുന്നതാണ് N2O5, P2O5,
ഇവിടെ ആണെങ്കിൽ SO3, ഇങ്ങനെ 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 എക്സാമ്പിൾസ് ഇങ്ങനെ പോകും. അപ്പൊ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ 63 കാർഡ് എടുത്തു, 63 കാർഡിലും എലമെന്റിന്റെ പേര് എഴുതി വെച്ചു, ഇവന്മാരെങ്ങനെ ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നു എന്ന ഫോമുലയും എഴുതി വെച്ചു. ഓക്കെ ആണോ? ഇതുപോലെ തന്നെ അദ്ദേഹം ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോമുലയും എഴുതി. ഞാൻ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തില്ലാന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് അറിയോ? ഇപ്പൊ നോക്കുമ്പോ മൊത്തം 63 എലമെന്റും ഈ കാണുന്ന 8 ഫോമില് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇത് 8 പേരുണ്ട് കേട്ടോ. R2O, RO, R2O3, RO2, R2O5, RO3, R2O7, RO4. മൊത്തം 8 പാറ്റേൺസ് ഉണ്ട്. ഈ 8 ഏതെങ്കിലും ഒരു പാറ്റേണിലാണ് എല്ലാവരും വരിക. ഓക്കെ, അപ്പൊ അദ്ദേഹം നേരെ ഭിത്തിയിലേക്ക് R2O എന്ന ഫോമിൽ വരുന്ന എല്ലാവരെയും ഒരുമിച്ച് പിൻ ചെയ്തു. അതായത് H ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ എന്ത് ചെയ്തു? ഒരുമിച്ച് ഭിത്തിയിൽ പിൻ ചെയ്തു. തൊട്ടിപ്പറേ RO ഫോമിൽ വന്നതിനൊക്കെ പിൻ ചെയ്തു. അതിനിപ്പറേ R2O3 വന്നതിനൊക്കെ പിൻ ചെയ്തു. പിടിയോ? അങ്ങനെ പിൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഒന്നാമത്തെ ഗ്രൂപ്പ്, ഈ R2O എന്ന ഗ്രൂപ്പില് മൊത്തം വന്ന ആൾക്കാര് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അത് കൂടാതെ കോപ്പർ, റുബീഡിയം, AG, സിൽവറിന്റെ AG2 ആണ് ഫോമുല, നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. സിൽവർ, ഇങ്ങനെ കുറെ പേര് വന്നു, ഗോൾഡ്, ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാർ ഈ R2O എന്നുള്ള പാറ്റേണിൽ കയറി വന്നു. RO എന്നുള്ള പാറ്റേൺ ഇങ്ങനെ കുറെ പേര് കയറി വന്നു, എക്സെട്ര എക്സെട്ര. ഇവരെ അദ്ദേഹം ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിൽ അറേഞ്ച് ചെയ്തു. ഇതാണ് മെൻഡലീവിന്റെ ക്ലാസിഫിക്കേഷന്റെ കൺസെപ്റ്റ്. ദിസ് ഈസ് ഹൗ മെൻഡലീവ് ക്ലാസിഫൈഡ് ദ എലമെന്റ്സ്. അപ്പൊ എന്താ ഗുണം എന്നറിയോ? ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ കുറെ കൂടെ കൃത്യമായി ഒരേ പ്രോപ്പർട്ടി ഉള്ളവരെ ഒരേ ഗ്രൂപ്പിൽ വെക്കാൻ പറ്റും. ഇതാണ് അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കേട്ടോ. ദാറ്റ്സ് വാട്ട് വി ആർ ഡിസ്കസിങ് നൗ. നോക്കി വേഗം ഹനാൻ വായിച്ച്. Even after the rejection of Newland's law of octaves, many scientists continued to search for a pattern that correlated the properties of elements with their atomic masses. അപ്പൊ ന്യൂലാൻഡിന്റെ മോഡൽ റിജക്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് സയന്റിസ്റ്റുകൾ ഡിഫറെന്റ് അറ്റംപ്റ്റ്സുകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഇതിന് മുന്നേ പറഞ്ഞു, നമ്മൾ 4 പേരെ പഠിക്കുന്നേ ഉള്ളൂ. 40ഓ 400ഓ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനു വേണ്ടി സമയം കളഞ്ഞ് ഇടങ്ങേറായിട്ടുണ്ട്. അതിൽ തന്നെ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയ 4 പേരെ നമ്മൾ എടുത്ത് പഠിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബാക്കി. The main credit of classifying elements goes to Dmitry Ivanovich Mendeleev, a Russian chemist. He was the most important contributor to the early development of a periodic table of elements, wherein the elements were arranged on the basis of their fundamental property, the atomic mass, and also on the similarity of chemical properties. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കാരണം ബാക്കിയുള്ളവരുടെ അറ്റംപ്റ്റിലെല്ലാം ജസ്റ്റ് അറ്റോമിക് മാസിന് മാത്രമേ അവർ പോയിന്റ് ചെയ്തുള്ളൂ. ന്യൂലാൻഡ് ആണെങ്കിൽ പോലും അറ്റോമിക് മാസാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷെ മെൻഡലീവ് അറ്റോമിക് മാസിനൊപ്പം തന്നെ സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസിനും കൃത്യമായി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി താഴത്തെ പാരാഗ്രാഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സംഗതി റിപ്പീറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം അതിനിടയ്ക്ക് മെൻഡലീവിന്റെ ഒരു ബയോഗ്രഫി ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ വായിച്ചു നോക്കിയാൽ മതി, നമുക്ക് ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. താഴേക്ക് അദ്ദേഹം പറയുന്നുണ്ട്, താഴത്തേക്ക് അദ്ദേഹത്തിന്റെ മോഡലിനെ കുറിച്ചുള്ള കൃത്യമായ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. When Mendeleev started his work, 63 elements were known. Okay, he examined the relationship between atomic masses of the elements and their physical and chemical property. Among chemical property, Mendeleev concentrated on the compounds formed by elements with oxygen and hydrogen. ഈ 63 എലമെന്റ്സും ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഇതാണ് അദ്ദേഹം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്. എന്ത് പറയാണ്? He selected hydrogen and oxygen as they are very reactive and form compounds with most of the element. Formulae of hydride and oxides formed by an element were treated as one of the basic property of an element for its classification. എന്താണ് ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ഫോർമുല, എന്താണ് ഓക്സിജനുമായി റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ഫോർമുല, ഇതിനാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്.
He then took 63 cards and on each card he wrote down the properties of one element. 63 കാർഡ് എടുത്തു, ഓരോ കാർഡിലും ഓരോ എലമെന്റിന്റെ പ്രോപ്പർട്ടീസ് എഴുതി. He sorted out the element with similar properties and pinned the cards together on a wall. ഒരേ ഫോമുല വരുന്ന ആൾക്കാരെ ഒരുമിച്ച് ഭിത്തിയിലേക്ക് പിൻ ചെയ്തു വെച്ചു. ഓക്കെ, എന്നിട്ട് he observed that most of the elements got a place in a table and were arranged in the order of their increasing atomic mass. ഇങ്ങനെ വെച്ചപ്പോ ഈ 63 ആൾക്കാരിൽ ഭൂരിഭാഗവും എന്ത് ചെയ്തു, ഏതെങ്കിലും ഒരു കാറ്റഗറിയിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ട്. ആരും ഒന്നിലും പെടാതെ മാറി നിൽക്കുന്നില്ല. സോ അത് വെച്ചിട്ട് അദ്ദേഹം ടേബിൾ പ്രപ്പോസ് ചെയ്യാണ്. അങ്ങനെ ടേബിളിലേക്ക് എത്തുന്നു. It was also observed that there occurs a periodic recurrence of elements with similar physical and chemical property. On this basis, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ലാസ്റ്റ് പറയുന്നത്, on this basis Mendeleev formulated a periodic law which states that properties of elements are the periodic functions of their atomic masses. എന്താണ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കണം, കോമാസിൽ കിടക്കുന്നതാണ്. properties of the elements are the periodic functions of their atomic masses. ഇതാണ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആ പാരാഗ്രാഫിൽ ബാക്കി നമ്മൾ പറഞ്ഞത് എങ്ങനെ അത് ടേബിളിലേക്ക് എത്തിയെന്നുള്ള ഐഡിയക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിരുന്നാൽ മാത്രം മതി. എക്സാമിന് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. പക്ഷെ അത് എങ്ങനെ എത്തി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും കഥകൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ലാസ്റ്റ് ഒരു പോയിന്റ് പറയുന്നുണ്ട്. ടേബിൾ 5.4 എന്ന് പറഞ്ഞ മെൻഡലീവിന്റെ ഒരു പീരിയഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ കുറെ റോ ഉണ്ട്, കുറെ കോളംസ് ഉണ്ട്. റോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരീഡ്, കോളംസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്. മൊത്തം അദ്ദേഹത്തിന്റെ ടേബിളിൽ 8 ഗ്രൂപ്പാണുള്ളത്, 8 കോളംസ് ഉണ്ട്. ഓരോ കോളത്തിനും നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കും. അതുപോലെ 6 പീരീഡുകളും. ഇതാണ് മെൻഡലീവിന്റെ ടേബിൾ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ടേബിൾ 5.4 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ടേബിൾ ശരിക്കും മെൻഡലീവ് പ്രപ്പോസ് ചെയ്ത ടേബിൾ അല്ല. മെൻഡലീവ് യഥാർത്ഥത്തിൽ 1872 1872 ഒരു ജർമ്മൻ മാഗസിൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ ഈ എന്താ പറയാ ഒരുപാട് മാഗസിൻ നമ്മുടെ ലോക്കൽ അവൈലബിൾ ആണല്ലേ. ഓരോ മാഗസിനും ഓരോ ടൈപ്പ്. ഇപ്പോൾ ട്രാവൽ ജേർണൽസ് ഉണ്ട്. ട്രാവൽ ജേർണൽ എന്ന് പറഞ്ഞാൽ യാത്രയുമായി ബന്ധം, മാതൃഭൂമി യാത്ര എന്ന് പറഞ്ഞ ജേർണലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതിൽ കംപ്ലീറ്റ് ട്രാവലിംഗുമായി ബന്ധപ്പെട്ടുള്ള എന്താ ഫീച്ചേഴ്സും അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെയാണ് അതിൽ വരിക. അതുപോലെ തന്നെ മോട്ടോർ ജേർണൽസ് ഉണ്ട്. മോട്ടോർ ജേർണൽസ് എന്ന് പറഞ്ഞാൽ പുതിയ ബൈക്കുകൾ, പുതിയ കാറുകൾ, അതിന്റെ അപ്ഡേഷൻസ്, അങ്ങനെയുള്ള സംഗതികളാണ് മോട്ടോർ ജേർണൽസിൽ വരിക. മാത്തമാറ്റിക്സ് ജേർണൽസ് ഉണ്ട്. മാത്തമാറ്റിക്സ് ജേർണൽസ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ കുറെ തോട്ട്സ്, ഓക്കെ, ഇതൊക്കെയാണ് അതിനകത്ത് വരിക. അതുപോലെ ഓരോ സബ്ജക്റ്റിനോട് ഈ ജേർണൽസ് നിങ്ങൾ കേട്ടെന്ന് കേട്ടില്ല. PhD ഇല്ലേ, PhD ഡോക്ടറേറ്റ് എടുക്കാന്ന് പറയും. PhD ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞിട്ട് PhD റിസർച്ച് നടത്തിയാണ് ഡോക്ടറേറ്റ് എടുക്കുക. ഈ PhD ചെയ്യുന്നവർ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ അവരെന്തെങ്കിലും ഒരു ടോപ്പിക്കിലായിരിക്കും റിസർച്ച് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കാണ് റിസർച്ച് ചെയ്യുക. അല്ലാതെ നിലവിലുള്ള ഇപ്പം നമ്മളൊക്കെ ഒരു അസൈൻമെന്റ് വരുമ്പോൾ തന്നെ പരിപാടി ഗൂഗിളിൽ തപ്പും, അല്ലെങ്കിൽ അപ്പുറം തപ്പും, കുറെ എഴുതി കയറ്റി വയ്ക്കും അല്ലേ. പക്ഷേ ഡിഗ്രി PG ലെവലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ സംഗതികൾ നമ്മുടെ ഓൺ വേർഡ്സ് നമ്മൾ കണ്ടെത്തി അതിനകത്ത് പ്രസന്റ് ചെയ്യാം. അപ്പൊ ഈ PhDs ഒക്കെ പബ്ലിഷ് ചെയ്യാണ് ജേർണൽസ് ഉള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ജേർണൽ അന്ന് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു ജേർണലിൽ 1872 ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഐഡിയ പ്രസന്റ് ചെയ്തു. പക്ഷെ ആ പീരിയോഡിക് ടേബിൾ നമ്മൾ ഈ കാണുന്ന ടേബിൾ അല്ലാട്ടോ. നമ്മൾ ഈ കാണുന്ന ടേബിൾ മെൻഡലീവിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ ആണ്. ആദ്യം അദ്ദേഹം പ്രപ്പോസ് ചെയ്തതിൽ നമ്മൾ ഈ ടേബിളിൽ കാണുന്ന പല സ്പേസുകളും മിസ്സിംഗ് ആയിരുന്നു, ബ്ലാങ്ക് ആയിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ ആദ്യം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. വേഗം സ്പീഡിന് വായിച്ചു നോക്കണേ. Can help you write quickly and confidently, so you never have. ഡൗട്ടിനെ ചോദിക്കണം കേട്ടോ. പാസേജിൽ നമ്മൾ പറഞ്ഞ മെന്റലീവ് പീരിയോഡിക് ലോ ആണ് നിങ്ങൾ ബൈഹേർട്ട് ചെയ്യേണ്ട ഐഡിയ. ബാക്കി കേസ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. എന്തായിരുന്നു മെന്റലീവ്സ് പീരിയോഡിക് ലോ? പിന്നെ ടേബിളിൽ ഗ്രൂപ്പുകളുണ്ട്, പീരിയഡ്സ് ഉണ്ട്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കോളംസ് ആണ്, പീരിയഡ് എന്ന് പറഞ്ഞാൽ റോ ആണ്.
മൊത്തം അവിടെ ഉള്ളത് 8 ഗ്രൂപ്പും 6 പീരീഡുമാണ്. വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റൻ ആട്ടോ. 8 ഗ്രൂപ്പ് ഉണ്ട്, കാരണം 8 കോളംസ് ആണുള്ളത്, 6 പീരീഡ്സ് ഉണ്ട്, 6 റോ ആണ് ഉള്ളത്. ഓരോ കോളത്തിന് മുകളിൽ നിങ്ങൾക്ക് ടേബിളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഓരോ കോളത്തിന് മുകളിലും ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. R2O, RO, R2O3, R2O4 എന്നൊക്കെ പറഞ്ഞ് ഓരോ കാറ്റഗറിയുടെയും ഫോർമുലാസ് എഴുതി വെച്ചിട്ടുണ്ട്. സ്പീഡ് നോക്കി. പെട്ടെന്ന് ഒരു മിനിറ്റ് അവിടെ വേഗം വയ്ക്കും. കഴിഞ്ഞോ? any doubt in that area? ശരി, അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യം അദ്ദേഹം പ്രപ്പോസ് ചെയ്ത പീരിയോഡിക് ടേബിളിന്റെ ഒരു ഫോം എങ്ങനെയായിരുന്നു? അതിന്റെ ചെറിയൊരു മോഡൽ മാത്രമായിട്ട് അത് കണ്ടില്ലേ, 8 ഗ്രൂപ്പുകളൊക്കെ അവിടെ ഉണ്ട്. 8 ഗ്രൂപ്പ്, അതുപോലെ നമ്മൾ പറഞ്ഞ 7 പീരീഡ് സംഭവം, 6 പീരീഡ് കാര്യമൊക്കെ അവിടെ ഉണ്ട്. 1, 2, 3, 4, 5, 6 അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിളുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ടേബിളിൽ കുറെ സ്ഥലങ്ങൾ ഒരു വൈറ്റ് സ്പേസ് കിടപ്പുണ്ട് അല്ലേ? നോക്കി, നമ്മുടെ പുതിയ ഇപ്പൊ ഞാൻ ബോർഡിൽ കാണിച്ചേക്കുന്ന ടേബിൾ കണ്ടോ? ബോർഡിൽ കാണിച്ചേക്കുന്ന ടേബിളിൽ ബ്ലൂ കളറിലാണ് അല്ലെങ്കിൽ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലാണ് എലമെന്റുകളുടെ പേര് എഴുതിയേക്കുന്നത്, ശരിയല്ലേ? എന്നാൽ എലമെന്റ്സിന്റെ പേര് എഴുതാത്ത കുറെ വൈറ്റ് സ്പേസ് കിടപ്പുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ പോർഷൻ ബ്ലാങ്ക് ആണ്, ഇവിടെ ബ്ലാങ്ക് ആണ്, ഇവിടെ ബ്ലാങ്ക് ആണ്, കണ്ടില്ലേ? ഇങ്ങനെ കുറെ വേക്കന്റ് സ്പേസുകൾ കിടപ്പുണ്ട്, കണ്ടോ നിങ്ങൾ? ഈ വേക്കന്റ് സ്പേസുകൾ ഇങ്ങനെ ലെഫ്റ്റ് ചെയ്തതിന്റെ പിന്നില് കൃത്യമായ റീസൺ ഉണ്ട്. വെറുതെ അദ്ദേഹത്തിന് തോന്നലിന് ചുമ്മാ കുറെ സ്ഥലങ്ങൾ വിട്ടേച്ച് പോയതല്ല. ആ സ്പേസിന്റെ പിന്നിൽ കൃത്യമായ റീസൺസ് ഉണ്ട്. ആ സ്പേസ് ലീവ് ചെയ്യാൻ കാണിച്ച ബുദ്ധിയാണ് ശരിക്കും മെന്റലീവ്സിന്റെ ടേബിളിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. ഓക്കെ, നമ്മൾ പറയുമ്പോൾ തന്നെ കുറെ സ്ഥലത്ത് ചുമ്മാ സ്പേസ് ഇട്ടേച്ച് പോയെന്ന് പറയും, പക്ഷെ ആ സ്പേസ് ഇട്ടതാണ് ശരിക്കും മെന്റലീവ്സ് പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാൻ അതിനെ കുറിച്ചുണ്ടോ, അച്ചീവ്മെന്റ്സ് ഓഫ് മെന്റലി പീരിയോഡിക് ടേബിൾ. അപ്പൊ എന്താണ് അങ്ങനെ സ്പേസ് ഇടാനുള്ള കാരണം, സ്പേസ് ഇടാനുള്ള ബുദ്ധി എവിടെ നിന്നാ കിട്ടിയേ, അങ്ങനെയുള്ള കുറെ ഡിസ്കഷൻ നമുക്ക് നടക്കേണ്ടതുണ്ട്. സോ നമ്മൾ അടുത്തായിക്കൊണ്ട് മെന്റലീവ്സിന്റെ ടേബിൾ അച്ചീവ്മെന്റ്സ് ഡിസ്കസ് ചെയ്യും. പിന്നെ സ്വാഭാവികമായും ഈ അച്ചീവ്മെന്റ് ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഇതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അന്ന് അദ്ദേഹം 63 എലമെന്റ്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് 118ഓളം എലമെന്റ്സിലേക്ക് എത്തിയപ്പോൾ ഇത്രയും ആളുകൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും മെന്റലീവിന്റെ ടേബിളിന് ഇല്ല. സോ നാച്ചുറലി നമ്മൾ ആ മോഡലിനെ റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മറ്റൊരു മോഡലിലേക്ക് പോകും. ആ മോഡലിന്റെ പേരാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ പ്രപ്പോസ്ഡ് ബൈ ഹെൻറി മോസ്ലി. ആൻഡ് ദാറ്റ് പീരിയോഡിക് ടേബിൾ ഈസ് വാട്ട് വി ആർ യൂസിങ് റൈറ്റ് നൗ. ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ ടേബിൾ ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഭാവിയിൽ ചിലപ്പോൾ അതിനെയും റിജക്ട് ചെയ്തേക്കാം. ഓക്കെ, നൗ അപ്പൊ നമുക്ക് അച്ചീവ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് വൈകിട്ട് ക്ലാസ് ഉണ്ടാവും at 5 o'clock. ഓക്കെ, 5 മണിക്ക് നമുക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. 5 to 6:15 ലീവ് ചെയ്യരുത്. 1 സെക്കൻഡ്. 5 to 6:15 നമുക്ക് ക്ലാസ് ഉണ്ട്. Okay, so we will meet again at the evening 5 to 6:15. ഇന്ന് 5 to 6:15 വെക്കുന്നതിൽ പലരുടെ മുഖത്ത് പ്രശ്നവും പ്രയാസവും ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ രാവിലെ എടുത്തോളാം. ആണോ? നാളെ നമുക്ക് എടുക്കാൻ വേണ്ടി വേണ്ടല്ലോ. ആ, അതിനാണ് എനിക്ക് ഇഷ്ടം. ഓക്കെ, അപ്പോൾ 5 to 6:15 ടുഡേ ഈവനിങ്. താങ്ക് യു. Thank you, sir.